ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും എന്തും വിളിച്ചു പറയുന്ന നിലയിലേക്ക് UDF നേതാക്കൾ മാറുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ പെരുമാറ്റവും ക്ഷോഭവും പലപ്പോഴും ചർച്ചയാവാറുള്ളതാണ്. ആ മട്ടിലുള്ള പുതിയ 2 സാമ്പിൾ സൂചിപ്പിക്കാം. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ LDF സർക്കാർ നടപ്പാക്കിയില്ലെന്ന രാഷ്ട്രീയ വിമർശനം കഴിഞ്ഞ 10 വർഷമായി UDFന് എടുക്കാനേ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ UDF ചെയർമാൻ അടൂർ പ്രകാശ് MP പറയുന്നത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പിലാക്കുന്നത് മര്യാദകേടാണെന്നാണ്. എന്തൊരവസ്ഥയാണ്! ക്ഷേമ പെൻഷൻ തുക സർക്കാർ വർദ്ധിപ്പിച്ചേക്കുമെന്ന് ഏതോ ചില മാധ്യമങ്ങൾ എഴുതിയതോ പറഞ്ഞതോ കേട്ടപ്പോഴേ ഹാലിളകി. പിന്നെ LDFൻ്റെ പ്രകടന പത്രികയോടായി അരിശം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ മര്യാദകേടാണെന്നാണ് UDF കൺവീനറുടെ കാഴ്ചപ്പാട്. സർക്കാരിനെ പോലെ 5 വർഷ കാലാവധിയാണ് പ്രകടന പത്രികയ്ക്കും. അതൊന്നും അറിയാത്ത ആളല്ല മുൻ മന്ത്രി കൂടിയായ അടൂർ പ്രകാശ്. അപ്പോൾ എതിർപ്പ് വ്യക്തം. നമ്മുടെ രാജ്യത്ത് സാധാരണക്കാർക്ക് ഏറ്റവും അധികം ക്ഷേമ പെൻഷൻ കിട്ടുന്ന നാട് നമ്മുടേതാണ്. ഇവിടെ 60 ലക്ഷം ആളുകൾക്കാണ് ഏറ്റവും മികച്ച ക്ഷേമ പെൻഷൻ കിട്ടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഘട്ടം ഘട്ടമായി പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു. അത് ഇനിയും കൂടുന്നത് UDFന് ആലോചിക്കാനേ കഴിയില്ല. അപ്പോൾ അതൊക്കെ ശുദ്ധ മര്യാദകേടായി തോന്നും. 1980-ൽ നയനാർ സർക്കാർ ആരംഭിച്ചതാണ് പെൻഷൻ സംവിധാനം. അന്ന് അതിനെ എതിർത്തത് സാക്ഷാൽ K. കരുണാകരനാണ്. കാലം മാറിയാലും സാധാരണക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യത്തോടുള്ള കോൺഗ്രസ് എതിർപ്പ് തുടരുക തന്നെ ചെയ്യുമെന്ന് തെളിയിച്ചു KC വേണുഗോപാലും അടൂർ പ്രകാശും. നാടിൻ്റെ ആഗ്രഹത്തിന് നേരെ മുഖം തിരിക്കാനാണ് UDF കൺവീനർ ശ്രമിച്ചത്. വിശ്വാസത്തിനു മേൽ വർഗീയതയുടെ ആധിപത്യവും അപരമത വിദ്വേഷവും പരത്താനുള്ള രാഷ്ട്രീയ തന്ത്രം പന്തളത്ത് പ്രേമചന്ദ്രൻ പയറ്റി എന്നുള്ളതാണ് രണ്ടാമത്തെ സാമ്പിൾ. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് നേതാവായ NK പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിശ്വാസത്തിനു മേൽ വർഗീയ വിഷം പുരട്ടുന്നുവെന്നാണ് വിമർശനം. കൊല്ലത്തെ വിജയത്തിൻ്റെ സമവാക്യങ്ങൾ കൂട്ടിയിണക്കാൻ മോദി സൽക്കാരവും മോദി സ്തുതിയും അദ്ദേഹത്തിലൂടെ മുൻപ് കേരളം കണ്ടതാണ്. ശക്തമായ വിമർശനമാണ് ഇരു നേതാക്കളും നേരിടുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നു എന്ന കാരണത്താൽ എന്തും വിളിച്ചു പറയുന്ന നിലയിലേക്ക് UDF മാറാമോ? ഇതാണ് ചോദ്യം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPIM, റോണി K. ബേബി കോൺഗ്രസ്, അഡ്വക്കേറ്റ് C. ഷുക്കൂർ രാഷ്ട്രീയ നിരീക്ഷകൻ. ചർച്ചയിലേക്ക് പോകും മുമ്പ് UDF കൺവീനർ ഒരു ചാനലിന് നൽകിയ പ്രതികരണത്തിലാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനും UDFനും എത്രമാത്രം അസ്വസ്ഥമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധത്തിൽ ക്ഷേമ പെൻഷൻ എന്നൊരു സാഹചര്യം എന്നുള്ളത് വെളിവാക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൻ്റെ ചുരുക്കം ചില വാക്കുകളിലേക്ക്. മുഖം തിരിക്കാനാണ് UDF കൺവീനർ ശ്രമിച്ചത്. വിശ്വാസത്തിനു മേൽ വർഗീയതയുടെ ആധിപത്യവും അപരമത വിദ്വേഷവും പരത്താനുള്ള രാഷ്ട്രീയ തന്ത്രം പന്തളത്ത് പ്രേമചന്ദ്രൻ പയറ്റി എന്നുള്ളതാണ് രണ്ടാമത്തെ സാമ്പിൾ. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് നേതാവായ NK പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിശ്വാസത്തിനു മേൽ വർഗീയ വിഷം പുരട്ടുന്നുവെന്നാണ് വിമർശനം. കൊല്ലത്തെ വിജയത്തിൻ്റെ സമവാക്യങ്ങൾ കൂട്ടിയിണക്കാൻ മോദി സൽക്കാരവും മോദി സ്തുതിയും അദ്ദേഹത്തിലൂടെ മുൻപ് കേരളം കണ്ടതാണ്. ശക്തമായ വിമർശനമാണ് ഇരു നേതാക്കളും നേരിടുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നു എന്ന കാരണത്താൽ എന്തും വിളിച്ചു പറയുന്ന നിലയിലേക്ക് UDF മാറാമോ? ഇതാണ് ചോദ്യം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPIM, റോണി K. ബേബി കോൺഗ്രസ്, അഡ്വക്കേറ്റ് C. ഷുക്കൂർ രാഷ്ട്രീയ നിരീക്ഷകൻ. ചർച്ചയിലേക്ക് പോകും മുമ്പ് UDF കൺവീനർ ഒരു ചാനലിന് നൽകിയ പ്രതികരണത്തിലാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനും UDFനും എത്രമാത്രം അസ്വസ്ഥമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധത്തിൽ ക്ഷേമ പെൻഷൻ എന്നൊരു സാഹചര്യം എന്നുള്ളത് വെളിവാക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൻ്റെ ചുരുക്കം ചില വാക്കുകളിലേക്ക്. പ്രകടന പത്രിക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അത് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഏറ്റവും അവസാന നിമിഷം പ്രഖ്യാപനങ്ങൾ ഇതുപോലെ പലതും ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ശുദ്ധ മര്യാദകേടാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്.
കോൺഗ്രസ് പ്രതിനിധി റോണി കെ ബേബിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ശ്രീ റോണി കെ ബേബി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പ്രകടന പത്രിക എന്ന് വെച്ചാൽ അത് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപായം, ജയിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് ഭരണത്ത് വെക്കുക എന്നാണോ UDF കൺവീനർ കരുതുന്നത്? മാത്രവുമല്ല, ഒരു 5 വർഷക്കാലമാണ് ഒരു സർക്കാരിനുള്ളത്. അതേ കാലയളവാണ് ഓരോ പ്രകടന പത്രികയ്ക്കുമുള്ളത്. അത് നിരന്തരം ഇങ്ങനെ ചെയ്ത് പൂർത്തീകരിച്ച് അതിൻ്റെ പല ഘട്ടങ്ങളും പിന്നിട്ടാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്താൽ പിന്നെ ഒന്നും പാടില്ല എന്ന മട്ടിലേക്കൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷനോടുള്ള വലിയ അസംതൃപ്തി, അല്ലെങ്കിൽ അതിനോടൊക്കെയുള്ള വലിയ താല്പര്യമില്ലായ്മ, അത് വർദ്ധിക്കുന്നതിൽ കോൺഗ്രസിനുള്ള വലിയ അനിഷ്ടം, ഇതൊക്കെയല്ലേ കൺവീനറുടെ ആ വാക്കുകളിലുള്ളത്? ഇവിടെ ഈ കേരള സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക് 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടവരായ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, അവർക്ക് 1 രൂപയെങ്കിലും ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ മാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാവരും അതിൻ്റെ അത് സന്തുഷ്ടരാണ്. പക്ഷേ അതിന് തെരഞ്ഞെടുത്ത സമയം ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ ധാർമ്മിക രോഷമുണ്ട്. കാരണം നമ്മൾ പ്രതികരിക്കുമ്പോൾ അതിനെ പ്രകടന പത്രികയ്ക്കെതിരെയുള്ള വിമർശനമായിട്ട് ഒന്നും കാണേണ്ടതില്ല. കാരണം ഇതിനകത്ത് ഒരു ധാർമ്മിക രോഷമുണ്ട്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് കൃത്യമായി പറഞ്ഞാൽ 2021 മെയ് മാസം 19-ാം തീയതിയാണ്. ഇത്രയും നാളും ഈ 4.5 വർഷം ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് അത് അവിടെ ഈ പറയുന്ന ഉത്തരത്തിലെടുത്ത് പാത്തു വെച്ചിരിക്കുകയായിരുന്നോ, അതോ AKG സെന്ററിന്റെ ഏതെങ്കിലും കബോർഡില് അലമാരയിൽ എടുത്ത് മൂടി വെച്ചിരിക്കുകയായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴാണോ ഇതൊക്കെ നടപ്പാക്കുന്നത്? ഞാൻ പറയാം, അതുകൊണ്ടാണ് ഞങ്ങളുടെ ധാർമ്മിക രോഷം. പ്രിയപ്പെട്ട ശരത്ത്, അങ്ങയുടെ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു. കോഴിക്കോട്ട് ചക്കിടപ്പാറ വളയത്ത് പാപ്പച്ചൻ എന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് 77 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിന് സഹോദരി 47 വയസ്സുള്ള ഒരു കിടപ്പ് രോഗിയായിരുന്നു. ഈ പാപ്പച്ചൻ എന്നൊരു വ്യക്തി, അദ്ദേഹം വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ, തഹസിൽദാർ ഉൾപ്പെടെ, കളക്ടറേറ്റ് ഉൾപ്പെടെ എന്ന് പറഞ്ഞു, 15 ദിവസത്തിനകം ആ കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷനെങ്കിലും എനിക്ക് തരണം. ഞാനും എന്റെ സഹോദരിയും ഞങ്ങൾ കിടപ്പ് രോഗികളാണ്, ഒരു മാർഗവുമില്ല, 15 ദിവസം അതിനകമെങ്കിലും തന്ന് സഹായിക്കണം. എന്നിട്ട് 1 രൂപ പോലും കൂട്ടാവുന്നപ്പോൾ എന്ത് ചെയ്തു? ആ മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ, ആ 77 വയസ്സുള്ള മനുഷ്യൻ ആ മരുന്ന് കുറിപ്പടിയുടെ പുറകിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതി ആത്മഹത്യ ചെയ്തു. അത് ഈ കേരളത്തിൽ നടന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ, ഈ 4.5 വർഷം കഴിഞ്ഞപ്പോഴാണ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ 1 രൂപ കൂട്ടിയാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ആശ്വാസം. അങ്ങനെയാണെങ്കിൽ റോണി, ഒരു സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ നിന്ന് നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെയാണെങ്കിൽ വൈകിയാണെങ്കിലും അത് കൂടട്ടെ എന്നല്ലേ പറയേണ്ടത്? പകരം ഇതൊരു ശുദ്ധ മര്യാദകേടാണ് എന്ന് പറയുന്ന ആൾ അതിലൂടെ പങ്കുവെക്കുന്നത് എന്താണ്? ആ മനസ്സിലിരിപ്പ് ഏത് നിലയിലാണ് വായിച്ചെടുക്കേണ്ടത്? ഇപ്പോൾ ബഹുമാനപ്പെട്ട ശരത്ത് തന്നെ അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ സർക്കാർ ഘട്ടം ഘട്ടമായി ഇത് കൂട്ടിക്കൂട്ടി വരികയായിരുന്നു. അങ്ങ് 10 വർഷത്തെ ചരിത്രമോടെ നിർത്ത്. 2021 പ്രകടന പത്രികയിലാണ് നിങ്ങൾ പറഞ്ഞത് 2500 രൂപയാക്കി ഇവിടെ ക്ഷേമ പെൻഷൻ ഉയർത്തും. കഴിഞ്ഞ 4.5 വർഷം അതാണ് ഇവിടെ ചോദിക്കുന്നത്. എത്രയോ തവണ കുടിശ്ശികയായി, എത്രയോ തവണ. ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചോട്ടെ. നമ്മൾ ഈ ക്ഷേമ പെൻഷനുള്ള കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പലരും മനഃപൂർവ്വം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനുകൾ, ഈ കെട്ടിട തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും അങ്ങേക്കറിയുമോ, 2023 മെയ് മാസമാണ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത്. 2.5 വർഷമായിരിക്കുന്നു 2023 മെയ് മാസത്തില്. മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടിശ്ശികൾ 2024 മെയ് മാസം, 1.5 വർഷമായിരിക്കുന്നു. ഏകദേശം 18 ലക്ഷത്തോളം ആളുകളാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും. അപ്പോൾ അവർക്കും ഈ പറയുന്ന ഇതിനൊന്നും അർഹതയില്ലേ? അവർക്ക് ഇതിനൊന്നും അവകാശമില്ലേ? അതാണ് ഞങ്ങൾ ഇതിനകത്ത് ഉയർത്തുന്ന ഒരു ചോദ്യം. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും അല്ല, പ്രതിപക്ഷ UDF കൺവീനർ അതൊന്നും ചോദിച്ചിട്ടില്ല. UDF കൺവീനർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിനെ പുള്ളിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. UDF കൺവീനർക്ക് താങ്കൾ ഈ പറഞ്ഞ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ അതെല്ലാം ചേർത്ത് പറയണം. എന്നിരുന്നാലും ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് നല്ല കാര്യമാണ്. നിങ്ങൾ സർക്കാരിനെ വിമർശിച്ചോളൂ. പക്ഷേ പണ്ട് KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത്. അടൂർ പ്രകാശും അതാണ് പ്രശ്നം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ ക്ഷേമ പെൻഷൻകാരെ കുറിച്ച് ഓർക്കുകയുള്ളൂ. ആ സമയത്ത് ഇപ്പോൾ ഒരു കുടിശ്ശികയുമില്ല, സെപ്റ്റംബർ മാസം വരെ കൊടുത്തു. അല്ലെങ്കിൽ റോണി ആദ്യത്തെ വാചകത്തിൽ തന്നെ അത് പറഞ്ഞേനെ, പെൻഷൻ കുടിശ്ശികയില്ല. മാത്രവുമല്ല, സെപ്റ്റംബർ വരെ കൊടുത്തു, ഒക്ടോബറിൽ കൊടുക്കാൻ പോകുന്നു. ഈ സർക്കാരിൻ്റെ കാലാവധി ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമാണ് ഇതേക്കുറിച്ച് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വെപ്രാളം വരുന്നത്. അല്ല, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ ക്ഷേമ പെൻഷന് അർഹതയുള്ള ആളുകളെ കുറിച്ച് ഓർക്കുന്നത് ഞങ്ങളല്ലല്ലോ.
നിങ്ങളാണല്ലോ കൃത്യമായി ഈ സർക്കാർ നിരന്തരം തെരഞ്ഞെടുപ്പിന് ഇനി ഓർക്കുന്നുണ്ടല്ലേ കുടിശ്ശികയില്ലാതെ കൊടുക്കുന്നത്. കുടിശ്ശിക ഉണ്ടാകുന്നു, കുടിശ്ശികയുടെ സർക്കാർ കാരണം പറയുന്നു. കേന്ദ്ര സർക്കാർ തന്നെ അതിന് പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ വേണ്ടി ഒരു പെൻഷൻ ഫണ്ട് ബോർഡ് കൊണ്ടിരുന്നു. അതിനെ തടസ്സപ്പെടുത്തുന്നു. അതിനെ തടസ്സപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു എതിർപ്പുമില്ല. അത് ശരിയല്ല എന്ന് നിങ്ങൾ പറയാനോ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനോ സർക്കാരിന് അക്കാര്യത്തിൽ പിന്തുണ നൽകാനോ നിങ്ങളുണ്ടായിരുന്നില്ല. കുടിശ്ശിക വരുമ്പോൾ സന്തോഷത്തോടെ ആ കുടിശ്ശിക എണ്ണിപ്പറയാൻ മാത്രമാണ് നിന്നിട്ടുള്ളത്. പകരം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിക്കുന്നതിലെ അങ്കലാപ്പ് നിങ്ങൾ മറയില്ലാതെ പങ്കുവെക്കും. നിലമ്പൂരിൽ കെ സി വേണുഗോപാൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് UDF കൺവീനറാണ്. ഇതാണ് ഇത്രയേ ഉള്ളൂ. ശരത്ത് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ 5 ക്ഷേമ പെൻഷനുകളില് ഏകദേശം 3 ക്ഷേമ പെൻഷനുകൾക്ക് കേന്ദ്രത്തിന്റെ വിഹിതമുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായി ഈ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതം മുടങ്ങി കിടക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം എത്രയോ തവണ ഡൽഹിയിൽ പോകുന്നു, അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നു, കേന്ദ്ര മന്ത്രി നിർമ്മലാ സീതാരാമനുമായി കേരള ഹൗസിൽ അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും കഴിച്ചുകൊണ്ട് കൂടിക്കാഴ്ച നടത്തുന്നു. എവിടെയെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇവിടെ ഞങ്ങൾ പ്രതിപക്ഷം അല്ലല്ലോ ചോദിക്കേണ്ടത്, ഇവിടെ ഭരണപക്ഷം അല്ലെങ്കിൽ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനാണ് ഔദ്യോഗികമായി കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ. അദ്ദേഹം എത്രയോ തവണ ഈ BJPയുടെ മുഖ്യമന്ത്രിമാരെ പോലും അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ വെച്ച് കാണുകയോ കൂടിക്കാഴ്ച ചെയ്യുകയോ നടത്തുകയോ ചെയ്യാറില്ല. അതെല്ലാം സൗത്ത് ബ്ലോക്കിൽ വെച്ചാണ്. ആദ്യമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ വെച്ച് വളരെ സൗഹാർദ്ദപരമായി എത്രയോ സ്നേഹത്തോടെ കൂടിക്കാഴ്ച നടത്തുന്നു. അവിടേക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ 2.5 വർഷമായി ഈ കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുവാനുള്ള കുടിശ്ശിയെ കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. അത് ഞാൻ ചോദിക്കുന്നതേ, റോണിയുടെയൊക്കെ പ്രശ്നം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ കാണുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ്. നെൽകർഷകരുടെ അടക്കം കോടാനുകോടിയുടെ കുടിശ്ശിക തരണം എന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിലൂടെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വന്നു. ഞാൻ ഇതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കേന്ദ്രം തരുന്നത് താങ്കൾ പറഞ്ഞാൽ ഒരു വലിയ തുകയൊന്നുമല്ല, വെറും 300 രൂപ വീതമാണ്. ഇപ്പോൾ വികലാംഗ പെൻഷൻ എടുക്കാം, അതിൽ കേവലം 66,928 ഗുണഭോക്താക്കൾക്ക് കേരളത്തിൽ കേന്ദ്രാനുകൂല്യം ലഭിക്കുന്നുള്ളൂ. വെറും 300 രൂപ. അത് ഒരെണ്ണം. അടുത്തേതാണെന്നറിയോ? വാർദ്ധക്യകാല പെൻഷൻ 1600 രൂപയിൽ വെറും 200 രൂപയാണ് കേന്ദ്രവിഹിതം. ഈ തുക 3.4 ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. നമ്മളാകെ 60 ലക്ഷത്തിൽ പരം മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഇതിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തന്നെ കുറവ്, കിട്ടുന്നത് 300-200 രൂപ. മനസ്സിലായി കാണുമല്ലോ. ഞാൻ 2 സാമ്പിൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിലെല്ലാം കൂടി കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകേണ്ട കുടിശ്ശിക എത്രയാണെന്ന് അറിയുമോ റോണിക്ക്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷം ഇത് അന്വേഷിക്കുന്നില്ല, ഇടപെടുന്നില്ല, ചോദിക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾ വളരെ സങ്കുചിതമായി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഒരു വഴി കിട്ടിയാൽ അതിൽ മാത്രം അങ്ങ് അഭിരമിക്കും. 394.56 കോടി രൂപയാണ് ഈ 300-200 വെച്ച് കേവലം ലക്ഷങ്ങളും പതിനായിരങ്ങളും മാത്രം ഗുണഭോക്താക്കളുള്ള വികലാംഗ പെൻഷൻ്റെയും വാർദ്ധക്യകാല പെൻഷൻ്റെയും പേരിൽ കേരളത്തിന് നൽകാനുള്ള 394 കോടി എന്ന് പറഞ്ഞാൽ എത്ര മാസത്തെ എത്ര കാലത്തെ കുടിശ്ശികയുണ്ടെന്ന് ആലോചിച്ച് നോക്ക് റോണി. ഇത് തരണം എന്ന് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നെൽകർഷകരുടെ കുടിശ്ശികയുടെ കാര്യത്തിൽ തരണമെന്ന് ആവശ്യപ്പെടുക. പക്ഷേ എന്നിട്ടും സംസ്ഥാനം അതുകൂടി ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക ബാധ്യതയാണ് കേന്ദ്രം വരുത്തുന്നത്. അതടക്കം സൃഷ്ടിക്കുന്ന കുടിശ്ശികൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിച്ചപ്പോൾ കുടിശ്ശികകളില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ വരെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിലാണ്, നവംബറിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അതാണ് യാഥാർത്ഥ്യം. 394 കോടി തരാനുണ്ടെന്നേ കേന്ദ്രം, അതും ചോദിക്കുന്നുണ്ട് കേരളം. എന്നിട്ടും അതിൻ്റെ പേരിൽ കുടിശ്ശികയിടാതെ അഡ്വാൻസായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സത്യം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഉയരുന്നൊരു ചോദ്യം, മുഖ്യമന്ത്രി ഇത്രയും തവണ, മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മറ്റു മന്ത്രിമാരും ഒക്കെ ഇത്രയും തവണ ഈ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയും മറ്റു കേന്ദ്രമന്ത്രിമാരും ഒക്കെ നടത്തുന്ന കൂടിക്കാഴ്ചകൾ എന്തിനു വേണ്ടിയായിരുന്നു? ഇപ്പോഴും മനസ്സിലായില്ലേ? ഇതൊക്കെ ചോദിക്കുകയാണ്. മെമ്മോറാണ്ടത്തിൽ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, ദേശീയപാത, നെൽകർഷകരുടെ പണം, ഈ പണം, അങ്ങനെ എത്രയോ കാര്യങ്ങൾ എയിംസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചല്ലോ. BJP നേതാക്കളും കേന്ദ്ര സഹമന്ത്രിയൊക്കെ തോന്നിയതുപോലെ വർത്തമാനം പറഞ്ഞു. സംസ്ഥാനം എന്താണ് നിലപാടെടുത്ത? കിനാലൂരിൽ സ്ഥലമേറ്റെടുത്തു, കൃത്യമായി കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം സ്വീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് തരണം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരുമാണ്. മുഖ്യമന്ത്രി അവിടെ ഡൽഹിയിൽ പോയി നടത്തുന്ന കൂടിക്കാഴ്ചകൾ എന്തിനു വേണ്ടിയാന്നുള്ളത് ഇപ്പോൾ അരിയാഹാരം കഴിക്കുന്ന ഒരിക്കലും മനസ്സിലാവില്ല. റോണിക്ക് ഒരിക്കലും തിരിയില്ലത്. ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് റോണി വിചാരിച്ച പിന്നെ എനിക്ക് തിരുത്താനോ ഒന്നും കഴിയില്ല. ഞാൻ ഇത്രയും ഫാക്ട്സ് പറഞ്ഞിട്ടും താങ്കൾ അതിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ.
ഇല്ല, ഞാൻ വളരെ കൃത്യമായി തന്നെ ഫാക്ട്സ് പറയാം. ഇന്ത്യയിലെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അത് മുൻപ് ഡൽഹി അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചാബ്, തമിഴ്നാട് പോലെയുള്ള, ബംഗാൾ പോലെയുള്ള ശരി. അവരെല്ലാം തീരുമാനിച്ചു PM ശ്രീയിൽ ഞങ്ങൾ ഏർപ്പെടാൻ പോകുന്നില്ല. പക്ഷെ കേരളത്തിൽ മാത്രം എന്താണ് ഇത്ര വലിയൊരു ആവേശം? മന്ത്രിസഭ അല്ല, ചർച്ച കോൺഗ്രസ് ചെയ്യുന്നില്ല. ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഈ കാര്യം കൂടി പറയുന്ന പറയൂ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യം കൂടി പറയൂ. നിങ്ങൾ പഞ്ചാബ് ഞങ്ങള് വിട്. ആ, വളരെ എന്താ കൃത്യമായി പറയാത്ത? ഞങ്ങള് ആ, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ശക്തമായ നിലപാട് ഞങ്ങൾ ആ, സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ഈ ആ, CPM ശരി. നിങ്ങൾ ഒരു ഓക്കെ. വശത്ത് ദേശീയ വിദ്യാഭ്യാസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് ഞാൻ പറയാം, കർണാടക, ഞങ്ങൾ അവിടെ പല സ്റ്റേറ്റുകൾക്ക് പല സ്വാതന്ത്ര്യമുണ്ട്. കർണാടകയില് ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കാതെ കർണാടകയിൽ അവർ സ്വന്തമായി ഇത്രേ ദേശീയ ഉള്ളൂ. അവിടെ കോൺഗ്രസ് വിദ്യാഭ്യാസ നയം ഭരിക്കുന്ന നടപ്പാക്കി. സംസ്ഥാനങ്ങളിൽ ആ പണം വാങ്ങാം, ആ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കാം. കേരളത്തിൽ വരുമ്പോൾ പാടില്ല. ഇതിൽ ഇരട്ടത്താപ്പുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം നമുക്ക് അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം. രണ്ടാമത്തെ പ്രശ്നം, ഇന്ന് CPM ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളൊക്കെ കേട്ടത്, മാധ്യമപ്രവർത്തകരായ ഞങ്ങൾ കേട്ടതും വാർത്തയായി വന്നതും, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ തന്നെ സമ്മതിച്ചു, ഞങ്ങൾക്ക് വലിയ എതിർപ്പൊന്നുമില്ല, നിങ്ങൾ ആ BJPയുടെ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാൻ തുനിഞ്ഞിട്ടില്ല. പക്ഷേ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ, ആ നിലപാടിൽ നിലനിന്നുകൊണ്ട് തന്നെ ഇക്കാര്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. രണ്ട്, ഇനി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ചർച്ച ചെയ്യട്ടെ, ചർച്ച ചെയ്തു വരുന്നതിനനുസരിച്ച് അതിൽ കുറേ കൂടി വ്യക്തതയോടെ കാര്യങ്ങൾ പറയാം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് അതിനകത്തുണ്ട്. നിങ്ങളെന്താണ്, നിങ്ങൾ എതിർക്കുകയില്ല, നിങ്ങൾ ആ പണം വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പുറത്തൊരു സംസ്ഥാനത്തെ, കേരളത്തെ നിങ്ങൾ ആക്ഷേപിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ വിമർശിക്കുകയും ചെയ്യും. ഇതിലൊരു ഇരട്ടത്താപ്പില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ശ്രീ അനിൽകുമാറിലേക്കും ശ്രീ ഷുക്കൂറിലേക്കും പോയ ശേഷം, ഷുക്കൂർ വക്കീലിലേക്കും പോയ ശേഷം ഞാൻ റോണിയിലേക്ക് വരാം. ഇവിടെ ശ്രീ അനിൽകുമാർ, താങ്കളുടെ ഒരു അല്പം വൈകിയാണ് വന്നത്. ഇവിടെ ചർച്ച തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രണ്ട് UDF നേതാക്കൾ, അതിലൊരാൾ UDF കൺവീനറാണ് അടൂർ പ്രകാശ്, മറ്റൊരാൾ RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP. ഈ രണ്ട് നേതാക്കളുടെയും ഇന്നലെ കഴിഞ്ഞ ദിവസവുമായി വന്ന പ്രതികരണങ്ങൾ വലിയ വിവാദമായി, വലിയ വിമർശനമായി നിൽക്കുന്നു. ആദ്യം നമ്മൾ UDF കൺവീനറെയാണ് ചർച്ചയ്ക്കായി എടുത്തത്. അദ്ദേഹം പറയുന്നത്, ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാർ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു, യഥാർത്ഥത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. അത്തരം ചില മാധ്യമ വാർത്തകൾ വന്നപ്പോൾ തന്നെ അതൊരു ശുദ്ധ മര്യാദകേടാണ് എന്നാണ് UDF കൺവീനറുടെ നിലപാട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ശ്രീ റോണി സംസാരിച്ചത്. PM ശ്രീ വരെ അത് എത്തി, കേട്ട് കാണുമല്ലോ. അതെ, യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം തകർന്നു തരിപ്പണായിരിക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷത്തിന് മതിഭ്രമം വരാൻ കാരണം കേരളത്തിൽ നടക്കുന്ന വികസനമാണ്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരള ചരിത്രത്തിൽ തറക്കല്ലുകളുടെ രാജാവല്ല, നിർമ്മാണം പൂർത്തിയാക്കിയ മഹാനിർമ്മാണങ്ങളുടെ മഹാരാജാവാണ്. രാജാവെന്ന് പറഞ്ഞ ഉടനെ നാളെ രാവിലെ ഞങ്ങളെല്ലാം വ്യക്തിപൂജയ്ക്ക് ഇറങ്ങിയെന്ന് പറയരുത്. ഞാൻ ഒരിക്കൽ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 121 സ്കൂൾ കെട്ടിടങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തൊരു മനുഷ്യൻ്റെ പേര് പറയാമോ ലോകത്ത്? അത് പിണറായി വിജയനാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കൊച്ചി ചെന്നാൽ കാണാൻ കഴിയുന്ന മാറ്റം എന്താണ്? ഫ്ലാറ്റുകൾ. കൊച്ചി നഗരസഭയുടെ കെട്ടിടം എങ്ങനെ മാറി? നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ കോഴിക്കോട് ചെന്നാൽ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെയാണ് കണ്ണ് തുറന്നു നോക്കുന്ന മുഴുവൻ മലയാളിക്കും ഇവിടെ നടന്ന മാറ്റങ്ങൾ കാണാം. വികസനത്തിൽ ചരിത്രമാറ്റം. ഒരു പുസ്തകം ഞാൻ ശുപാർശ ചെയ്യുന്നു, കേംബ്രിഡ്ജ് സർവകലാശാലയുടെ പുസ്തകമാണ്, കേരള ഇന്ത്യാസ് മിറക്കിൾ സ്റ്റേറ്റ്. ആ പുസ്തകത്തിൽ പറയുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, കേരളം എല്ലാ കാലത്തും ഈ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മുമ്പിലായിരുന്നു. പക്ഷേ കേരളം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വളരെ പിന്നിലാണ്. പക്ഷേ ഇതാ ഇടതുപക്ഷ ജനാധിപത്യത്തിന് അധികാരത്തിൽ വന്ന് ഈ കാലഘട്ടം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു അത്ഭുതമുണ്ടാക്കിയ കേരള ഈസ് എ മിറക്കിൾ സ്റ്റേറ്റ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഈ കാലം കൊണ്ട് കേരളം നേടിയ നേട്ടങ്ങളാണ് ഇന്ത്യയിലെ മിറക്കിൾ സ്റ്റേറ്റായി കേരളത്തെ മാറ്റുന്നത്. അപ്പം ഒരു പെൻഷൻ വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ വികസനവും അതിലുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പോണത്. അപ്പം അതിലൊരു ശകലം പുരോഗതി മാത്രമല്ല, അത് ഈ വെടിക്കെട്ട് പോലെയാണ്, മാലപ്പടക്കം ഇങ്ങനെ കത്തിത്തീരുന്ന പോലെയാണ്, കമ്പക്കെട്ട് കത്തിത്തീരുന്ന പോലെയാണ്. പിണറായി വിജയനൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ മുന്നേറുകയാണ്. 5-ാം തീയതി ആകുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി 2064 പൂർത്തിയാക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തെ 2036 പൂർത്തിയാക്കുന്ന അത്ഭുതമാണ് പിണറായി വിജയൻ നടത്തുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? 2063 തീരുന്ന ഒരു ഉദ്ഘാടനം ഉമ്മൻചാണ്ടി നടത്തിയെങ്കിൽ അത് 36 പിണറായി വിജയൻ്റെ മാജിക് എന്ന് പറയുന്നത് എന്താണ്? പൂർത്തിയാക്കൽ തന്നെയാണ്. പൂർത്തിയാക്കുന്ന കേരളമാണ്.
അത് തുടരാനൊരു ശകലം സമയം കൂടെ തരുമെന്ന് നാട്ടുകാരോട് ചോദിക്കുന്നുള്ളൂ. അത് ചോദിക്കുമ്പോഴാണ് ഈ കേരളത്തിനകത്ത് കേരളത്തിലെ പ്രതിപക്ഷം എന്തു ചെയ്തു, പ്രളയം വന്നൊക്കെ അവിടെ കിടക്കട്ടെ, ഇന്ന് നമ്മുടെ നാട്ടിലെ ആരെങ്കിലും പ്രളയത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? 2018 പ്രളയത്തെക്കുറിച്ച് ഓർക്കുന്ന എത്ര പേരാ? പ്രളയത്തിൻ്റെ കെടുതികൾ എവിടെയാണ് ബാക്കിയുള്ളത്? 2019 പ്രളയത്തിൻ്റെ കെടുതികൾ എവിടെയാണ് ബാക്കിയുള്ളത്? ചർച്ച ചെയ്ത് കളയാം. പ്രളയം മറന്നുപോയി. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എന്നാ വെച്ചാൽ പ്രളയം മറന്നുപോയി, കോവിഡ് മറന്നുപോയി, അതൊക്കെ ഓർമ്മിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും വന്നേനെ. ഇപ്പം നിങ്ങളെക്കുറിച്ച് ആരും ഓർക്കണില്ല. കാരണം പ്രളയമല്ല, നാട്ടുകാർ മറന്നുപോയി. നാട്ടുകാർ മറന്നാൽ ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ നാട്ടുകാരോട് പറയുന്നത് എന്തിനു മറക്കണം, ഇനി പ്രളയം വരില്ലേ? അത് തിരുവഞ്ചൂരാഘോഷം പറഞ്ഞ പോലല്ല. ഇനിയൊരു പ്രളയം, ഇനിയൊരു വരൾച്ച, ഇനിയൊരു മഹാമാരി എന്തെല്ലാം വരാനിരിക്കുന്നു അല്ല. ഞങ്ങൾ പറയണത് വയനാട് ദുരന്തം പോലെ ഏത് ദുരന്തം വന്നാലും, ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ പെട്ടെന്ന് തുറന്നു വിട്ടില്ലേ, ഉൾവനത്തിലാണ് മഹാപ്രളയം വന്നത്. ദുരന്തം വന്നാൽ പരിഹരിക്കാൻ കേരളത്തിലൊരു ഇടതുപക്ഷം വേണ്ടേ, ഗവൺമെൻറ് വേണ്ടേ? ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പകുതിയോട് പറയുന്നു, ഞങ്ങൾ വാഗ്ദാനം ലംഘിച്ചവരാണ്. എന്താ ലംഘിച്ചത്? 1000 ആയിരുന്നു 2016 പ്രകടന പത്രിക പെൻഷൻ കൊടുക്കാൻ. അത് അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ 2016 ആക്കി. വേണമെങ്കിൽ പിണറായി വിജയനെ ദുഷ്ടനെന്ന് പറയാം. 1600 ആക്കി മാറ്റിയ വാഗ്ദാന ലംഘകൻ. അങ്ങനൊരു ലംഘകനുണ്ടോ? ചരിത്രത്തിൽ ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ 1000 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 1600 കൊടുത്തത്. ആ 1600 മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഈ പെടലേക്ക് പിടിക്കുകയും പിന്നെ കോൺഗ്രസ്സുകാരതിന് മോദിക്ക് മൈലണ്ട ഇട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് മുന്നണിക്ക് സർക്കാരിന് വേണ്ടത്ര ശക്തിയോടെ അത് ഉയർത്താനായില്ല. ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതാ ഈ 1-ാം തീയതി ചിലപ്പോൾ കുറച്ച് ഉയർത്തിയേക്കും, നോക്കാം. അത് കഴിഞ്ഞാൽ ബഡ്ജറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഉയർത്താനിടയുണ്ട്, നമുക്ക് നോക്കാം. ഉയർത്തിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തടയരുത്. ഇത് കൈക്കൂലിയാണെന്ന് പറയരുത്. ഇത് നടപ്പാക്കുന്നതിന് എതിർക്കരുത്. ഞങ്ങൾ LDF എന്ന നിലയ്ക്ക് കേരളത്തിൽ അഭിമാനത്തോടെ പറയുന്നത് വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതാണ്. അടൂർ പ്രകാശിൻ്റെ ചോദ്യത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതാണോ? ഞങ്ങളുടെ പോയിന്റ് പ്രോഗ്രസ് കാർഡ് 9 എണ്ണം, 8 എണ്ണം കഴിഞ്ഞു, 9ാമത്തെ വരുന്നു. 9 പ്രോഗ്രസ് കാർഡ് UDF താങ്ങുമോ? 9ാമത്തെ പ്രോഗ്രസ് കാർഡ് നിങ്ങൾ താങ്ങുമോ? ആദ്യത്തെ 600, 2900, 1500 എണ്ണം നടപ്പാക്കി അതിൻ്റെ മേലെ ഒരു ഗവൺമെൻറ് പ്രോഗ്രസ് കാർഡുമായിട്ട് വന്നാൽ നിങ്ങളിന്ന് താങ്ങുമോ? അതുകൊണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. LDF എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ തൽക്കാലം നിലവിളിക്കുക മാർഗ്ഗമുള്ളൂ, BJPക്കാർ നിലവിളിക്കുക മാർഗ്ഗമുള്ളൂ. നാട്ടുകാർ ഈ വികസനം കാണുന്നുണ്ട്. വികസനം കാണുന്നുണ്ടെങ്കിൽ തുടരണമെന്ന് പറയും. അത് ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി കൊടുക്കുന്നതുകൊണ്ടല്ല, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാരാണ്. വികസന കാര്യത്തിൽ കേരളം നമ്പർ 1 ആയി. അത് തന്നെയാണ് ഇതിൻ്റെ കാരണം. അഭിമാനത്തോടെയാണ് കണ്ണിൽ കാണാമെന്ന് കണ്ണടച്ച് നടക്കാതിരിക്കുക. കോൺഗ്രസ്സുകാരോട് പറയേണ്ടത്, നിങ്ങൾ കണ്ണ് കെട്ടി നടന്നാൽ തലയും കുത്തി വീഴും. കണ്ണ് കെട്ടി നടക്കാതിരുന്നാൽ നാട്ടിലെ സ്കൂൾ കാണാം, നാട്ടിലെ ആശുപത്രി കാണാം, ജലമെട്രോ കാണാം, ഡിജിറ്റൽ സയൻസ് പാർക്ക് കാണാം, ഡിജിറ്റൽ സർവകലാശാല കാണാം, ദേശീയപാത പൂർത്തിയാകുന്നത് കാണാം. കൂരിയാട് ദേശീയപാത തകർന്നേ, എന്തൊരു കോലാഹലമായിരുന്നു. ആ ദേശീയപാത ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകണം. 600 കിലോമീറ്റർ പൂർത്തിയാകുകയാണ്. മലയോര പാതയും തീരദേശപാതയും കാണാം. അവിടെ വയനാട്ടിൽ തുരങ്കപാതയ്ക്ക് ഉദ്ഘാടനമായിരിക്കുന്നു. തറക്കല്ലിട്ട് കഴിഞ്ഞു, പണി തുടങ്ങിയിട്ടുണ്ട്, പോയാൽ കാണാം. ആ തീരദേശപാത വരുമ്പോൾ നമ്മുടെ അവിടെ ഒരെണ്ണമുണ്ട്. അത് നമ്മുടെ വൈപ്പിലേക്ക് പോകുമ്പോൾ കടലിനകത്തുള്ളൊരു തുരങ്കപാതയാകും. അതൊക്കെ നടപ്പാക്കാൻ ഇടതുപക്ഷത്തിൻ്റെ അവസരം തരാമോ എന്ന് നാട്ടുകാരോട് ചോദിക്കുകയുള്ളൂ. വിനയം കൊണ്ട് ചോദിക്കുകയാണ്. LDF വികസനം തുടരും, LDF ക്ഷേമം തുടരും, LDF മതനിരപേക്ഷത തുടരും. അത് പ്രേമേന്ദ്രനുള്ള മറുപടിയാണ് അടുത്ത ഘട്ടത്തിൽ പറയാം. റൈറ്റ്, ഞാൻ വരാം. ഇവിടെ ശ്രീ ഷുക്കൂർ വക്കീലിനെ സംബന്ധിച്ചിപ്പോൾ LDF UDF കാഴ്ചപ്പാടുകളുടെ ഒരു താരതമ്യത്തിന് കൂടി സാധ്യമാകും വിധത്തിലൂടെ ശ്രീ അനിൽകുമാറും സംസാരിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ്, അതേ ഒരു MP കൂടിയാണ്. പ്രകടന പത്രികയുടെയൊക്കെ ഒരു പ്രസക്തിയെക്കുറിച്ച് നല്ല നിലയ്ക്ക് ധാരണയുള്ള ആളാണ്. കേരളത്തിൻ്റെ മുൻ റവന്യൂ മന്ത്രിയാണ്. അതേ ഇപ്പോൾ കൺവീനറായിരിക്കുമ്പോൾ പറഞ്ഞ പ്രകടന പത്രികയെക്കുറിച്ച് പറഞ്ഞത് ക്ഷേമ പെൻഷനും പ്രകടന പത്രികയുമായി ബന്ധപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു പരാമർശമുണ്ടല്ലോ, ഇത് ശുദ്ധ മര്യാദകേടാണ് എന്നാണ് പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ച് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സ്ഥാനം എന്നുള്ളത് എത്രമാത്രം വലുതാണ് എന്ന് അതിലൊരു തർക്കവും ആർക്കും ഈ കാലത്തുണ്ടാവാനിടയില്ല. പക്ഷേ എന്നിട്ടും UDF കൺവീനർ എന്തുകൊണ്ടാണ് ശുദ്ധ മര്യാദകേട് എന്ന് പറയാൻ തയ്യാറാകുന്നത്, തുനിയുന്നത് എന്നുള്ളതാണ് ഉയരുന്നൊരു സംശയം. യഥാർത്ഥത്തിൽ ആരുടേതാണ്, അല്ലെങ്കിൽ എന്താണ് ശുദ്ധ മര്യാദകേട്?
നമ്മുടെ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഈ ക്ഷേമ പെൻഷൻ എന്ന കോൺസെപ്റ്റ് അത് വളരെ വലിയ അർത്ഥതലങ്ങളിലൊരു സംഗതിയാണ്. നമുക്ക് ഏറ്റവും ദരിദ്രരായ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക്, വൃദ്ധന്മാർ, വിധവകൾ, അംഗവൈകല്യമുള്ളവർ, അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മാർജിനലൈസ് ചെയ്യപ്പെട്ട മറ്റാരും പരിഗണിക്കാൻ ആളില്ലാത്ത ആൾക്കാർക്ക് ഒരു മാസത്തേക്ക് 1600 1800 2000 രൂപ കിട്ടുക എന്നുള്ളത് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അന്തസ്സ് ഉയർത്തുന്ന സംഗതിയാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട സംഗതി, അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം, അവരെക്കുറിച്ച് അവർക്കൊരു ആത്മബോധം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. മറ്റാളുടെ മുമ്പിൽ മരുന്ന് വാങ്ങാനോ അവർക്ക് ആവശ്യമായ പച്ചക്കറി വാങ്ങാനോ അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങൾ വാങ്ങാനോ മറ്റാരുടെ മുന്നിലും കൈ നീട്ടണ്ട. അല്ലെങ്കിൽ ചെറിയ പേരക്കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കൊരു മിഠായി വാങ്ങാൻ വേണ്ടി ഒരു 5 രൂപയോ 10 രൂപ കൊടുക്കാൻ വേണ്ടി മറ്റവരോട് യാചിക്കേണ്ട. അങ്ങനെ ഉള്ളൊരു സംഗതി ഒരു മനുഷ്യരുണ്ടാക്കുന്ന അഭിമാനം എന്ന് പറയുന്നത്, അത് നമ്മൾ സ്വന്തം വരുമാനമുള്ള നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ വരുമാനം ഇല്ലാത്ത മനുഷ്യരെക്കുറിച്ച് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ എല്ലാ നിലയിലും ഈ മനുഷ്യരുടെ ഇപ്പോൾ അതിദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായിട്ട് 1-ാം തീയതി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എല്ലാ മേഖലയിലുള്ള മനുഷ്യർക്കും ഒരു കൈത്താങ് എത്തുക എന്നുള്ളത് ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സത്യത്തിൽ ഇത് LDFO UDFO നൽകുന്ന ഒരു ഔദാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇപ്പം അനിൽകുമാർ സഖാവ് സൂചിപ്പിച്ച നിരവധി കാര്യങ്ങളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ, അതൊക്കെ നമ്മുടെ നാട്ടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാന വർഗമായ ഈ പാവപ്പെട്ട കർഷക തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, വീട് തൊഴിലാളി, ഈ വാർദ്ധക്യകാല പെൻഷൻ പറ്റുന്നവർ, അതുപോലെ തന്നെ ഈ വികലാംഗ പെൻഷൻ വാങ്ങുന്നവർ, വിധവകൾ, അങ്ങനെയുള്ള മനുഷ്യരിലേക്ക് എല്ലാ മാസവും കൃത്യമായി 1800 രൂപയോ 2000 രൂപയോ, എൻ്റെ പക്ഷം അത് 2500 ആക്കണം എന്നാണ്. അപ്പോൾ ഗവൺമെൻറ് എന്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഈ ഗവൺമെൻറ് പുറത്ത് പോകുന്നതിന് മുമ്പ് ആ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ 2500 രൂപ എല്ലാ പെൻഷനേഴ്സിനും ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കും എത്തിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ബഹുമാനപ്പെട്ട ബാലഗോപാലൻ ധനമന്ത്രിക്ക്, മുഖ്യമന്ത്രി കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. എന്താ വെച്ചാൽ അത് വലിയ അർത്ഥം അതിലുണ്ട്, വലിയ തലമുണ്ട്. ഇപ്പം നമ്മുടെ ഈ നിർഭാഗ്യവശാൽ സാധാരണഗതിയിൽ ഇപ്പോൾ അടൂർ പ്രകാശിനെ പോലുള്ള തലമുതിർന്ന കേരളത്തിൽ മന്ത്രിയായിരുന്ന, ഒരുപാട് കാലം കേരളത്തിലെ പൊളിറ്റിക്സിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാളോട് 1800 രൂപ ആക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയേണ്ട മറുപടി, ഞാനാണ് പറയുക, അത് 2500 രൂപ ആക്കേണ്ടതല്ലേ? എന്താ ഗവൺമെൻറ് 1800 നിർത്തിക്കളയുന്നത്? തീർച്ചയായും മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്കുള്ള ആവശ്യം 2500 രൂപ ആക്കണമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, കേരളത്തിലെ ജനങ്ങളോട് ബാധ്യതയുള്ള, കേരളത്തിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരോട് കടപ്പാടുള്ള ജനപ്രതിയായ അദ്ദേഹത്തെ നമ്മൾ പറയുമായിരുന്നു. നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട 2011-16 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ പെൻഷൻ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ പെൻഷൻ മാത്രം കൊടുക്കാനും നമുക്ക് വരുമാനമില്ലാതെ ആയിപ്പോകും. അതായത് പെൻഷൻ എന്ന കോൺസെപ്റ്റിനോട് തന്നെ ഒരു വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യം അത് UDFിൻ്റെ പക്ഷത്തു നിന്നുണ്ട്. നിർഭാഗ്യവശാലാണ്. കരുണാകരനായിക്കോട്ടെ, അതിനുശേഷം വന്ന മുഖ്യമന്ത്രിമാരായിക്കോട്ടെ, ആന്റണി സാറായിക്കോട്ടെ, ഉമ്മൻചാണ്ടി സാറായിക്കോട്ടെ, അവർക്കൊക്കെ ഈ പെൻഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് വലിയ പ്രതിബദ്ധതയില്ല. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അടിസ്ഥാന വർഗത്തോടുള്ള സമീപനത്തിലുള്ള വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നു. അടിസ്ഥാന വർഗത്തോട് തീർച്ചയായും നമ്മൾ വലിയ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയൂ. അതില്ല എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വരാൻ കാരണം. രണ്ടാമത്തെ കാര്യം, ഈ ഇപ്പം ബീഫും പൊറോട്ടയും റഹ്ന ഫാത്തിമയും ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പം കൗ ബെൽറ്റ് പൊളിറ്റിക്സ് ഇന്ത്യയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ സംഘപരിവാറിന് ഒരു നിലക്കും ഈ ബീഫ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ട കൊണ്ടൊന്നും കേരളത്തിലേക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് UDF അതിൻ്റെ ബെനിഫിഷ്യറി ആവാനുള്ള ശ്രമമാണ് ശ്രീ പ്രേമേന്ദ്രനിൽ കൂടി നമ്മൾ കാണുന്നത്. അത് അപകടം പിടിച്ചൊരു സംഗതിയാണ്. ഒരു നിലക്ക് BJPയും ഹിന്ദുത്വ രാഷ്ട്രീയവാദികളും ഉയർത്തുന്ന ഉത്തരേന്ത്യയിൽ ഉപയോഗിക്കുന്ന ബീഫും ആ ബീഫോടൊപ്പം ഒരു മുസ്ലിം പേരും ചേർത്തിട്ട്
പാലായിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് റഹന ഫാത്തിമക്കും ബിന്ദു അമ്മിണിക്കും ബീഫും പൊറോട്ടയും നൽകി അവരെ മല കയറ്റാൻ പിണറായി വിജയൻ്റെ പോലീസ് സഹായിച്ചു എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ 2021 ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്ന് മാത്രമല്ല 91 സീറ്റുണ്ടായ ആ മുന്നണിയെ 99 സീറ്റിലേക്ക് ഉയർത്തിയത് ഇത്ര പ്രചരണമാണ്. നമ്മൾ ആലോചിക്കണം, 2021 UDFിൻ്റെ പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ആചാര സംരക്ഷണ നിയമമായിരുന്നു. അനിൽകുമാർ സഖാവിനും റോണിക്കൊക്കെ ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ആചാരം സംരക്ഷിക്കാൻ നിയമം ഉണ്ടാകും. കറുത്ത മുണ്ടെടുക്കാതെ ശബരിമലക്ക് പോയാൽ അയാൾക്കെതിരെ കേസെടുക്കാൻ നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞൊരു മുന്നണിയാണ് UDFിൻ്റെത്. എന്നിട്ട് ദയനീയമായി പരാജയപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ദൈവത്തെയും മതത്തെയും സൈഡിലേക്ക് നിർത്തിയിട്ട് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളോട് സംവദിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം അർത്ഥവത്താവുകയുള്ളൂ. നിങ്ങളെപ്പോഴും ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പിന്നാലെ പോയി കഴിഞ്ഞാൽ അതിന് വേറെ ആൾക്കാരുണ്ടെന്ന്. ദൈവത്തിൻ്റെ മതത്തിൻ്റെയും കാര്യങ്ങൾ പറയാൻ വേണ്ടി മത നേതാക്കളും അതിൻ്റെ ആൾക്കാരും ഉണ്ട്. നിങ്ങൾ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യും. മനുഷ്യൻ്റെ പട്ടിണിയെക്കുറിച്ച് സംസാരിക്കുക, മനുഷ്യന് വെള്ളം കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക, മനുഷ്യൻ്റെ റോഡ് അപകടങ്ങളെ കുറിച്ച് കുറക്കാനുള്ള വഴികളെക്കുറിച്ച് സംസാരിക്കുക. സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ പറ, പാഠപുസ്തകങ്ങൾ കിട്ടാത്ത സാഹചര്യങ്ങൾ പറയാം, നല്ല കെട്ടിടങ്ങളില്ലാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ പറ, കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പറ, ആസ്പത്രിയിൽ മരുന്നില്ലെങ്കിൽ നിങ്ങൾ സമരം ചെയ്യും. അതിനൊന്നും നിങ്ങൾ റേഷൻ കടയിൽ ഭക്ഷണം കിട്ടാത്ത സാഹചര്യമുണ്ടോ? റേഷൻ കടയിൽ പോയാൽ നിങ്ങൾക്ക് അരി കിട്ടാത്ത സാഹചര്യമുണ്ടോ? ഗോതമ്പ് കിട്ടാത്ത സാഹചര്യമുണ്ടോ? നിങ്ങൾക്ക് മണ്ണെണ്ണയോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ പഞ്ചസാരയോ കിട്ടാത്ത സാഹചര്യമുണ്ടോ? അതിന് നിങ്ങൾ സമരം ചെയ്യും. ആ സമരത്തെ ജനം മുഖവിലക്കെടുക്കും. പകരം ആചാരം സംരക്ഷിക്കാനും ദൈവ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് ജനങ്ങളുടെ അപഹാസ്യതയാകൂ എന്നാണ് എനിക്ക് ഈ ഒരു സാധാരണ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് തിരുത്താൻ UDF തയ്യാറായില്ലെങ്കിൽ 2021 ഭീകരമായ രീതിയിൽ തിരിച്ചടി അവർക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ഏതായാലും അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എന്തും വിളിച്ചു പറയാമോ എന്നൊരു ചോദ്യം ഉയരുന്നത്. ഈ നേതാക്കളുടെയൊക്കെ ഈ പ്രതികരണം കാണുമ്പോൾ ജനം ചോദിച്ചു പോകുന്നത് അവിടെയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം റോണി, ഇത് രണ്ടും ക്ലബ് ചെയ്തിപ്പോൾ വന്നിരിക്കുകയാണ്. ഈ രണ്ട് നേതാക്കളുടെയും പരാമർശങ്ങൾ ഏതാണ്ട് ഈ ഘട്ടത്തിൽ ഈ ചർച്ചയിലേക്ക് ക്ലബ് ചെയ്ത് ചേർക്കപ്പെട്ടിരിക്കും. ഞാൻ ഒരു കാര്യം മാത്രം ഒന്ന് സൂചിപ്പിക്കാം. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അതൊരു ശുദ്ധമര്യാദകേട് എന്ന് പറഞ്ഞ ഒട്ടും ഭൂഷണമല്ലാത്ത, ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ് UDF കൺവീനർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. നോക്കൂ, ഒരു കണക്ക് ഞാനൊന്ന് പറയാം. ഇപ്പം 2011 UDF ഭരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് 2016 മെയ് മാസത്തിൽ പുതിയ സർക്കാർ വരുന്നതുവരെ അന്ന് UDF സർക്കാർ ചെലവഴിച്ചത് 9,011 കോടി രൂപയാണ്. ആ കാലം 5 വർഷക്കാലം 9,011 കോടി രൂപ. ഇനി അടുത്തത് 2016 പുതിയ സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ആ സർക്കാർ അധികാരം വിട്ടൊഴിയുന്ന 2021 മെയ് മാസം വരെ നോക്കിയാൽ 35,154 കോടി രൂപയാണ് കൊടുത്തത്. എത്ര വലിയ വ്യത്യാസമാണ് ക്ഷേമ പെൻഷന് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചത്, ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല, താങ്കൾക്ക് നന്നായി മനസ്സിലാവുമല്ലോ. അപ്പോൾ അതായത് മുൻ UDF സർക്കാർ 5 വർഷം കൊണ്ട് നൽകിയതിനേക്കാൾ ഏതാണ്ട് 26,143 കോടി രൂപയാണ് ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് അധികമായി നൽകിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ വർദ്ധിപ്പിച്ചതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിയതാണ്, ഈ 60 ലക്ഷം മനുഷ്യരിലേക്ക് എത്തിയതാണ്. ഇനി അടുത്ത അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. 2021 മെയ്യിൽ പുതിയ സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ 2025, അത് ഈ കണക്ക് മെയ് മാസം വരെയുള്ളതാണ്. മെയ് കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ ജൂൺ ജൂലൈ മുതലുള്ള മാസങ്ങൾ കിടക്കുന്നു. നോക്കിയാൽ 37,582 കോടി രൂപയാണ്. അപ്പോൾ ഈ രണ്ട് ടേമിലെയും കൂടി നോക്കിയാൽ 77,736 കോടി രൂപയാണ് റോണി കൊടുത്തിരിക്കുന്നത് ക്ഷേമ പെൻഷന്. അങ്ങനെ ഉള്ള ഒരു സംവിധാനത്തെയാണ് നിങ്ങൾ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങളുടെ UDF കൺവീനർ അങ്ങ് വല്ലാതെ മോശപ്പെടുത്തിയത്. ശുദ്ധ മര്യാദകേടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിനത് ഉൾക്കൊള്ളാനാവുക, എടുക്കാനാവുക? അതിനെ തിരസ്കരിക്കില്ല, എന്താ സംശയം? നിങ്ങൾ നേരത്തെ ഷുക്കൂർ വക്കീൽ പറഞ്ഞു, ഇത്തരം പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ആ സർക്കാർ ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്നു, ചെയ്ത കാര്യങ്ങൾ പറയുന്നു, പ്രളയം നടന്ന നാടാണെന്ന് പോലും മനസ്സിലാകാത്ത വിധം മാറുന്നു. ഇതിൻ്റെ അദ്ദേഹം നേരത്തെ ശ്രീ അനിൽകുമാർ ചോദിച്ചു കേട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അതിലേക്കൊന്നും ജനജീവിതവുമായി ബന്ധപ്പെട്ട്, ഭരണവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലില്ലാതെ നിങ്ങൾ ഇങ്ങനെ പരിമിതപ്പെട്ടു പോകുന്നത് നിങ്ങൾക്ക് തന്നെ വിനയല്ലേ എന്നാണ് ഷുക്കൂർ വക്കീൽ ചോദിക്കുകയും കൂടി ചെയ്തത്. താങ്കളുടെ ഊഴം റോണി. മുതൽ 2016 വരെയുള്ള കണക്കും അല്ലെ 2016 ശേഷമുള്ള ഇത്രയും തുകയിലുള്ള വ്യത്യാസവും ഒക്കെ നമ്മളോട് പറയുമ്പോൾ
ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ജീവിത നിലവാരത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന രൂപയുടെ മൂല്യത്തിലും ഒക്കെ വന്നിരിക്കുന്ന ഒരു മാറ്റങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. അന്ന് ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങോ ജീവിത നിലവാരമോ അല്ല ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അല്ലാതെ റോണി, അത് മാത്രമല്ല, 1964 ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് വല്ലാതെ വർദ്ധിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റല്ല അത് 60 ലക്ഷത്തിലേക്ക് വളർന്നു എന്ന് മാത്രമല്ല, അതിൽ ഓഡിറ്റ് വിധേയമാക്കി ഈ ഒന്നിലേറെ പെൻഷൻ വാങ്ങുന്നവർ അല്ലെങ്കിൽ കബളിപ്പിച്ച് പെൻഷൻ വാങ്ങുന്ന അതെല്ലാം പിടിച്ച് അതിനെയും കൂടി കുറച്ചു. എന്നിട്ടും ഏതാണ്ട് ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ നിൽക്കുകയാണ്. അങ്ങനെ വർദ്ധിച്ചു, ആളുകളുടെ എണ്ണം വർദ്ധിച്ചു, ഗുണഭോക്താക്കൾ വർദ്ധിച്ചു എന്നേ. ഈ 2011 VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഏകദേശം 30 ലക്ഷത്തിന് മുകളിലായിരുന്നു ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം. അത് 2016 ആയപ്പോൾ 48 ലക്ഷമാക്കി മാറ്റി. ഞാൻ ഇവിടെ ഒരു കണക്കൂടി പറഞ്ഞു. നമ്മൾ ഈ 5 ക്ഷേമ പെൻഷനുകൾ ഒന്നിച്ച് 2016 ശേഷമാണല്ലോ ഒന്നിച്ച് ഒരേ പാറ്റേണിലേക്ക് വന്നത്. ഞാൻ ഒരു കണക്ക് മാത്രം അങ്ങനെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്ന്. ഒന്ന്, 75 വയസ്സിൽ താഴെയുള്ളവരുടെ വാർദ്ധക്യകാല പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയത് 600 രൂപ, പിണറായി വിജയൻ സർക്കാർ 2016 ശേഷം നൽകിയത് 1100 രൂപ. 75 വയസ്സിന് മുകളിൽ ഞങ്ങൾ നൽകിയത് 1500 രൂപയാണ്. പിണറായി വിജയൻ സർക്കാരും 2016 ശേഷം നൽകിയത് 1500 രൂപയാണ്. വികലാംഗ പെൻഷൻ ഞങ്ങൾ നൽകിയത് 1100 രൂപ, പിണറായി വിജയൻ സർക്കാർ നൽകിയത് 1300 രൂപ. അപ്പോൾ അതിന് വലിയ വ്യത്യാസം കാണുവാനായിട്ടില്ല. പക്ഷെ ഇതെല്ലാം ഒന്നിച്ച് ഈ 5 ക്ഷേമ പെൻഷൻ ഒന്നിച്ച് ഈ പറയുന്ന എല്ലാം ഒന്നിപ്പിച്ചപ്പോഴാണ് 1600 രൂപയാക്കി 2016 ശേഷം ഈ സർക്കാർ ഇവിടെ പിന്നെ കൊണ്ടുവന്നത്. പിന്നെ ഇപ്പോൾ തുകയുടെ എണ്ണം കൂടി എന്നതിനകത്ത് 48 ലക്ഷം ആളുകൾ കൊടുത്തില്ല. 62 ലക്ഷം ആയിട്ടുണ്ട്. ഈ റെജിസ്റ്ററിങ്ങും പല കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും 62 ലക്ഷം ആയിട്ടുണ്ട്. ഞാൻ അതിനൊക്കെ ഞാൻ അംഗീകരിക്കും, ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഫാക്ടിനെ ഫാക്ടായിട്ട് തന്നെ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് സമയബന്ധിതമായി നമ്മൾ നൽകണം. നമ്മൾ എന്താണ് ഈ ജീവനക്കാർക്കൊക്കെ DA പോലെ അല്ലെങ്കിൽ DNS അലവൻസ് പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പണപ്പെരുപ്പം ഉണ്ടാകുന്ന പോലെ വിലക്കയറ്റത്തിന് തോതുണ്ടാകുന്നത് പോലെ ഇതിന് ആനുപാതികമായ രീതിയിൽ ഈ പറയുന്ന ക്ഷേമ പെൻഷനുകൾ വർധന ഉണ്ടാവണം. പക്ഷേ ഈ 2020 അതിന് നമുക്ക് പ്രതിഷേധം ഞാനിവിടെ ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയുണ്ടായി. ഇതിനുള്ളൊരു പ്രതിഷേധം എന്ന് പറയുന്നത് ഇത് 2021 ശേഷം ഈ 4.5 വർഷം ഗവൺമെന്റ് മറ്റെത്രയോ മേഖലകളിൽ അനാവശ്യമായി ഒരുപാട് പണം ദൂർത്തടിക്കുകയും അല്ലാതെയൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ചർച്ചകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഈ 4.5 വർഷം 1 രൂപ പോലും ഇതിനകത്ത് കൂട്ടാൻ തയ്യാറാകാതെ ഈ തെരഞ്ഞെടുപ്പിന് പടിവാതിൽ ഈ ഒരാഴ്ച പോലും ഇല്ല ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നു ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് പിന്നെ അതിനെ വൈകാരികമായി ഇതായിരുന്നല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇതിനൊക്കെ വൈകാരിക ജനങ്ങളത് വിശ്വസിക്കുമോ റോണി? കാരണം കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്, അത് സർക്കാർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് കൊടുത്തു തീർക്കാൻ പരിശ്രമിച്ചു, ഇപ്പോൾ കുടിശ്ശികയുമില്ല. അങ്ങനെ വർദ്ധിപ്പിച്ച് വീടുകളിൽ ഏറ്റവും നല്ല സംവിധാനത്തോടുകൂടി വീടുകളിൽ ഈ നോക്കൂ, റോണിക്ക് നന്നായി അറിയാം, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ വയോജനങ്ങൾ വർദ്ധിക്കുന്നു. ആ വയോജനങ്ങൾക്ക് വളരെ അന്തസ്സുള്ളൊരു ജീവിതം വീടുകളിൽ കിട്ടും വിധത്തിലേക്ക് അവരുടെ കൈകളിലേക്ക് പണം എത്തിക്കുന്നു. അതും വീടുകളിൽ എത്തിക്കുകയാണ്. ഈ ട്രഷറികളിലും കണ്ട ബാങ്കുകളിലും കയറി ഇറങ്ങണ്ട, വീടുകളിൽ എത്തിക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം, മെച്ചപ്പെട്ട സംവിധാനം കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള മനുഷ്യരോട് നിങ്ങളിതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറഞ്ഞാൽ പറയുന്നവരെ അല്ലേ ആളുകൾ റോണി? അല്ല ശരത്തെ, നമുക്ക് എന്താ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് KC വേണുഗോപാൽ നടത്തിയ ഒരു പരാമർശം ഇവിടെ വലിയ രീതിയിൽ ചർച്ചയായി. ഞങ്ങളത് ഉന്നയിക്കാൻ കാരണം എന്താ? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുന്നേ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികൾ കൊടുക്കുക. നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് അതിനു മുൻപ് ഇത് കൊടുത്തുകൂടെ? എന്തിനാണ് 3-4 മാസം കുടിശ്ശിയാക്കി ഈ സാധാരണക്കാരെ ആളുകളെ ബുദ്ധിമുട്ടി? ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടി 77 വയസ്സുള്ള ഒരു മനുഷ്യൻ 15 ദിവസം ഇവിടെ ചോദിക്കുന്നത് ഇത് കൃത്യമായി സമയബന്ധിതമായി നിങ്ങൾ കൊടുക്കുന്നതിന് പകരം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കൈ കിട്ടാൻ വേണ്ടി മാത്രം വലിയ നിങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുള്ളൂ. ഞങ്ങൾ 20 രൂപ കൂട്ടി തന്നാൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടും, അല്ലാതെ ഞങ്ങൾ കൃത്യമായി ഓരോ തെരഞ്ഞെടുപ്പില്ലാത്ത കൂട്ടി തന്നാൽ അതിന്റെ നന്ദിയൊന്നും കാണിച്ചാൽ ജനങ്ങൾ ഓർക്കുകയില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് നൽകിയാൽ മാത്രമേ. ഞാൻ ഒറ്റ കാര്യം എനിക്ക് ഒരു 30 സെക്കൻഡ് അനിൽകുമാർ സഖാവ് പറഞ്ഞു 7-8 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ. പ്രിയപ്പെട്ട സഖാവെ, അങ്ങ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പിന്നെ കൂട്ടിച്ചേർക്കണം. ഇന്ന് അതുപോലെ കേരള ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ശബരിമലയിൽ കൊള്ളയടിച്ചതിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി, ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി ഈ ഇടതുപക്ഷ സർക്കാരിന്റെ അക്കൗണ്ടിൽ കൂട്ടിച്ചേർക്കുന്നത് ഞാൻ അങ്ങോട്ട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ശരി, ശ്രീ അനിൽകുമാർ മറുപടി.
അല്ല, ഞങ്ങളുടെ പ്രവർത്തനം കേരളം വിലയിരുത്തുമ്പോൾ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. നേട്ടങ്ങൾ മാത്രമുള്ളൊരു ഭരണം ഉണ്ടാവില്ലല്ലോ, കോട്ടങ്ങൾ കാണും. ആ കോട്ടങ്ങളുടെ ഭാഗമായി ഭരണപരമായി രാഷ്ട്രീയമായി ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ ഉള്ള കോട്ടങ്ങളും വിലയിരുത്തിയിട്ട് ഞങ്ങളൊരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഈ നാടിന് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാക്കിയത്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആകത്തുക എന്താണ്, ഇതല്ലേ നാട്ടുകാർ നോക്കേണ്ടത്. ഒരൊറ്റ വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല നാട്ടുകാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ശബരിമലയാണെങ്കിലും ഇപ്പോൾ ഉദാഹരണമായിട്ട് കരുണാകരൻ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മാല കണ്ടില്ല. കോൺഗ്രസിനെ വിലയിരുത്തുന്ന ഗുരുവായൂരപ്പൻ്റെ മാല മൂട്ടിച്ച കേസുമായി ബന്ധപ്പെട്ടാണോ? ഇല്ലെങ്കിൽ ശിവകുമാർ കേരളത്തിലെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നപ്പം അദ്ദേഹത്തിൻ്റെ അനിയനാണ് 1.71 കോടി രൂപയുടെ പാത്രം മൂട്ടിച്ച കേസിലിപ്പോൾ പ്രതിയായിരിക്കുന്നത്. കോൺഗ്രസ് നമുക്കത് വെച്ച് മാത്രം വിലയിരുത്താൻ പറ്റുമോ? അപ്പോൾ ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ടോ? ഞങ്ങളുടെ നിലപാട് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമില്ല. തെറ്റു ചെയ്തവർ ആരാണെങ്കിലും നടപടിയുടെ മുമ്പിലുണ്ട്. ഇനി ഇവിടെ പെൻഷൻ്റെ ചരിത്രം പറയുമ്പോൾ 1980 നയനാരുടെ സർക്കാരിൻ്റെ കാലത്ത് 45 രൂപ തുടങ്ങിയതാണ്. അപ്പോൾ കർഷക തൊഴിലാളിക്ക് പെൻഷനോ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യാത്തവർക്ക് പെൻഷനോ ഇത് പ്രത്യുൽപാദനപരമല്ല എന്നായിരുന്നു കെ കരുണാകരൻ്റെ വാദം. അത് പെൻഷൻ ഇങ്ങനെ അടിക്കടി വർദ്ധിപ്പിക്കണമെന്നല്ല കോൺഗ്രസ് വാദിച്ചത്, ഇത് കൊടുക്കരുതെന്നാണ് വാദിച്ചത്. അത് കഴിഞ്ഞ് കേരള ചരിത്രത്തിൽ കോൺഗ്രസ് എന്തെങ്കിലും പെൻഷൻ കൂട്ടിയോ? കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലത്തും പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. പെൻഷൻ എപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം LDF വന്നത്. ബഹുമാനപ്പെട്ട AK ആന്റണിയുടെ കാലത്ത് 2 കൊല്ലം പെൻഷൻ കുടിശ്ശികയായിട്ട് കിടന്നു, വർദ്ധിപ്പിച്ചില്ല. 2 കൊല്ലം പെൻഷൻ കുടിശ്ശിക. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശിക, വർദ്ധിപ്പിച്ചോ? ഉമ്മൻചാണ്ടി 18 മാസം കുടിശ്ശിക ഇട്ടിട്ട് പോകാൻ നേരത്ത് ഒരു 100 രൂപയാക്കി 500-600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ 18 മാസം കുടിശ്ശികയുണ്ട്. 18 മാസത്തെ 500 രൂപയുടെ കുടിശ്ശിക എത്ര രൂപ വരും? ആ കുടിശ്ശികയാക്കി ഉമ്മൻചാണ്ടി 100 രൂപ വർദ്ധിപ്പിച്ചതിൻ്റെ ഖ്യാതി അടിക്കാൻ നോക്കി. അത് ഉമ്മൻചാണ്ടിയുടെ പരിപാടിയാണ്, ചെയ്തോട്ടെ, വിരോധമില്ല. 100 രൂപ വർദ്ധിപ്പിച്ചു. ഞങ്ങൾ അവിടുന്ന് അധികാരത്തിൽ കയറി ആദ്യം ചെയ്തത് ആയിരാക്കിയത്. അപ്പോൾ എന്താണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴല്ല, അടൂർ പ്രകാശ് അത് മനസ്സിലാക്കണം. 2016 അധികാരത്തിൽ വന്ന് ഏതാണ്ട് മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന് പിറ്റേ ഓണം വന്നപ്പോൾ 1000 രൂപയാക്കി മാറ്റി. എന്നിട്ട് 4 മാസം പെൻഷൻ ഒരുമിച്ച് കൊടുത്തു, കുടിശ്ശിക സഹിതം വേറെ കൊടുത്തു. ഇപ്പം നിങ്ങളുടെ 2 നേതാക്കന്മാരുണ്ടല്ലോ, വിഷ്ണുദൂതും പിന്നെ ആ പേരാമ്പ്രയിലെ ബോംബെറിഞ്ഞ ഒരു നേതാവുണ്ടല്ലോ, പേര് മറന്നുപോയി, പേരാമ്പ്രക്കാരന് MP ബോംബെറിഞ്ഞ ഒരു കേസ്. അവർ ബോംബ് പൊട്ടിച്ചിട്ടുണ്ടല്ലോ. എന്താണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് പെൻഷൻ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് ആ ബോംബെറിയ വീരന്മാരോട് പറയുകയാണ്, നിങ്ങൾ കണക്കെടുക്ക്, വിവരാവകാശ പ്രകാരം വേണ്ട, നിയമസഭയിൽ ചോദ്യം ചോദിച്ചാൽ മതി. 5 കൊല്ലം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എത്രയാണ് പെൻഷൻ കൊടുത്തത്, ആകത്തുക. ആ തുക എടുക്കുമ്പോൾ ഒരു മാസം എത്ര കിട്ടി? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എത്ര പേർക്ക് പെൻഷൻ ഉണ്ടായിരുന്നു? എൻ്റെ അറിവ് 28 ലക്ഷമാണ്. അതിനപ്പുറം ഒരു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു പെൻഷനും ഇല്ല. നാളെ ശ്രീ റോഡി ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടൊരു അപേക്ഷ നിയമസഭയിൽ കൊടുത്താൽ വിവരാവകാശ പ്രകാരം അടുത്ത ദിവസം മറുപടി കിട്ടും. ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് മറുപടി ഒന്നും വേണ്ട, നിങ്ങൾ ചോദിച്ചാൽ മതി. ചോദ്യം ഇതാണ്, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് 5 കൊല്ലക്കാലം എത്ര കോടി രൂപ പെൻഷന് മാറ്റിവെച്ചു? എത്ര പേരായിരുന്നു അവകാശികൾ, പ്രതിമാസ അവകാശികൾ? കണക്കെടുത്താൽ ആകെ കിട്ടും. ഇപ്പോൾ 1 ലക്ഷം കോടിയിലേക്ക് പോകാൻ പോകണേ. ഈ സർക്കാർ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ട് 10 കൊല്ലം തികയുമ്പോൾ 1 ലക്ഷം കോടി രൂപ പെൻഷൻ കൊടുക്കുന്ന ബാധ്യതയിലേക്ക് കേരള സർക്കാർ പോവുകയാണ്. ഈ 1 ലക്ഷം കോടി രൂപ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ കേരളം വികസിച്ചു എന്ന് പറയുന്നവരാണ്. കേരളം തകരുകയല്ല ചെയ്തത്. 1 ലക്ഷം കോടി രൂപ ഇവിടെ പെൻഷൻ കൊടുത്തുകൊണ്ട് കേരളം വികസിക്കുക മാത്രമല്ല, ഈ നാട്ടിലെ മനുഷ്യന് അഭിമാനമുണ്ടായി, ആത്മാഭിമാനമുണ്ടായി. ഇവിടുത്തെ പ്രായമായി ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു മരുന്ന് വേണമെങ്കിൽ അല്ലെ പിള്ളേരുടെ കയ്യിൽ കാശ് കൊടുത്തു വിട്ടിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞാൽ അഭിമാനബോധം ഉണ്ടാക്കി ഞങ്ങൾ. ഇത് ആയുർദൈർഘ്യമുള്ള കേരളത്തിന് അനിവാര്യമാണ്. അത് 2500 പിന്നെ 3000 ആക്കണമെന്ന് ഞങ്ങളുടെ പദ്ധതി. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ഒറ്റ കൊടുത്തു ഞങ്ങളെ കോൺഗ്രസ്. എന്താ, പെൻഷൻ ഫണ്ട് ബോർഡെന്നൊരു സാധനം ഉണ്ടായിരുന്നു. ആ പെൻഷൻ ഫണ്ട് ബോർഡിന് ഒറ്റ കൊടുത്ത് മാത്യു കുഴൽനാടനാണ്. ഒരു ദിവസം നിയമസഭയിൽ മാത്യു കുഴൽനാടനൊരു കടലാസുമായിട്ട് വന്നു. എന്താണ് കടലാസ്? സുപ്രീം കോടതി പോയി തോറ്റ ആ കേസുണ്ടല്ലോ, മാസപ്പടി അല്ല, ആ കേസല്ല. കടലാസുമായിട്ട് വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കത്താണ്. ചോദ്യം ഇതാണ്, ഈ പെൻഷൻ ഫണ്ട് ബോർഡിന് കേരള സർക്കാർ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ? കുഴൽനാടൻ പറയുന്നു ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പെൻഷൻ കിട്ടാൻ പോകുന്നില്ല.
സത്യമാണ്. കേരള സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് പെൻഷൻ അഡ്വാൻസായിട്ട് കൊടുക്കും. പെൻഷൻ ഫണ്ട് ബോർഡിൽ നിന്ന് കാശെടുത്തിട്ട് അഡ്വാൻസ് കൊടുക്കും. കുറേ കഴിയുമ്പോൾ സർക്കാരിൻ്റെ പണം വരുമ്പോൾ പെൻഷൻ ഫണ്ട് ബോർഡിന് സർക്കാർ തിരിച്ചടയ്ക്കും. അപ്പോൾ ഒരു 5-8 മാസത്തെ പെൻഷൻ അഡ്വാൻസായിട്ട് തട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ഫണ്ട് ബോർഡിലൂടെയാണ്. അത് നരേന്ദ്രമോദി പൂട്ടി. ആ നരേന്ദ്രമോദി അത് പൂട്ടിക്കാനുള്ള കടലാസം കൊണ്ടുവന്ന് കുഴൽനാടനാണ്. നിയമസഭയിൽ ബാലഗോപാലുമായിട്ടുള്ള സംവാദം നിങ്ങൾ നോക്കൂ. നിയമസഭയിൽ എഡിറ്റ് നിന്ന് കുഴൽനാടൻ പറയുകയാണ്, ഈ പെൻഷൻ ഫണ്ട് ബോർഡിൻ്റെ ബാധ്യത കേരള സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ പെടുത്താൻ പാടില്ല. ഗ്യാരണ്ടിയിൽ പെടുത്തിയിട്ടില്ല. കാരണം ഗ്യാരണ്ടി പെടുത്താൽ അത്രയും തുക കുറച്ച് കേരളത്തിന് ചെലവഴിക്കാൻ പറ്റൂ. ഗ്യാരണ്ടി വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ കുറച്ച് കുടിശ്ശിക കുടിശ്ശിക വന്നുകൊണ്ട് നിങ്ങൾ മറിയക്കുട്ടിയായിട്ട് ഇറങ്ങി. മറിയക്കുട്ടിക്ക് വീട് വെച്ച മറിയക്കുട്ടിയെ കൊണ്ട് BJP പോയി. അത് പോട്ടെ, മറിയക്കുട്ടി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് മോദി സർക്കാർ കേരളത്തിന് കുടിശ്ശിക ഇട്ടിട്ടുണ്ടോ? ഞാൻ കൃത്യമായിട്ട് കണക്ക് പറയാം. 2024 ജൂണിന് ശേഷം കേന്ദ്രത്തിൽ മോദി തരേണ്ട ആ 60 വയസ്സ് ഉള്ളവർക്കുള്ള 200 രൂപ, 80 വയസ്സുള്ളവർക്കുള്ള 500 രൂപ, അവരുടെ വിഹിതം കേരളത്തിൽ 6.25 ലക്ഷം പേർക്കേ ഉള്ളൂ. അതുപോലും തരുന്നില്ല. അതുപോലും തരാത്ത മോദിയെ ന്യായീകരിക്കാനാണ് ഈ PM ശ്രീ എന്ന് പറഞ്ഞ് നടക്കുന്നത്. മോദി കേരളത്തോട് ചെയ്യുന്ന ദ്രോഹത്തോട് നിങ്ങൾക്ക് കലഹമില്ല. മോദി കേരളത്തിനകത്ത് നടത്തുന്ന ഏറ്റവും വൃത്തികെട്ട നിഷേധത്തോട് നിങ്ങൾക്ക് കലഹമില്ല. ആ കലഹമില്ലാത്ത നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ നുണ നിർമ്മിക്കുന്നു മാധ്യമങ്ങളുടെ പിന്തുണയോടെ. സ്കൂളുകളിലൊക്കെ ഉച്ചക്കഞ്ഞ് മുടങ്ങിയോ? ആശുപത്രിയിലൊക്കെ സ്റ്റെൻറ്റ് കിട്ടാനില്ലേ? പഞ്ഞ് കിട്ടാനില്ലെന്നാണ് VD സതീശൻ പറഞ്ഞത്. പഞ്ഞ് അവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ മൂക്കിൽ വെക്കാനുള്ള പഞ്ഞ് കിട്ടത്തില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ മൂക്കിൽ വെക്കാനുള്ള പഞ്ഞ് അവിടെ കിട്ടത്തില്ല. ബാക്കി പഞ്ഞിയൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കള്ളങ്ങളുമായിട്ട് ഇറങ്ങരുത്. പ്രതിപക്ഷ നേതാവിനോടും കോൺഗ്രസിനോടും ഞങ്ങൾ പറയുകയാണ്. ഓക്കെ, ശ്രീ ഷുക്കൂർ, അഡ്വക്കേറ്റ് ഷുക്കൂർ, ഇതിൽ മുമ്പ് ശ്രീ പ്രേമചന്ദ്രൻ്റെ 2 നേതാക്കളാണല്ലോ നമ്മൾ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ വിധം ചർച്ച ചെയ്യപ്പെടുന്നത്. ശക്തമായ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ NK പ്രേമചന്ദ്രൻ നേരിടുന്നുണ്ട്. പക്ഷേ അതൊരു സൈബർ ആക്രമണം എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ UDF ഏതെങ്കിലും തരത്തിലൊരു അപാകത പ്രേമചന്ദ്രൻ അവിടെ പറഞ്ഞതിൽ കാണുന്നേയില്ല. അത് വളരെ സ്വാഭാവികമായിട്ടാണ് UDF പ്രേമചന്ദ്രൻ പറഞ്ഞതിനെ ഏറ്റെടുത്തിട്ടുള്ള. അതും ഒരു സാധ്യതയാക്കി മാറ്റാം എന്ന രീതിയിലേക്കുള്ളൊരു രാഷ്ട്രീയമാണോ UDFൻ്റെ മനസ്സിലുള്ളത്, UDF നേതാക്കളുടെ മനസ്സിലുള്ളത്? ഒരു സ്വീകാര്യത വലിയ തോതിൽ പ്രേമചന്ദ്രൻ പറഞ്ഞതിന് അവിടെ ആകെ ലഭിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ശരത്ത് സാധാരണ കാണേണ്ടത് എല്ലാ കാലഘട്ടത്തിലും ഇലക്ഷൻ വർഷം ഒരു ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ 6 മാസം എന്ന് നമ്മൾ കണക്കാക്കുന്നത് തീർച്ചയായും ഇലക്ഷൻ കാലഘട്ടം, ഇലക്ഷൻ മുന്നിൽ വരുന്ന സമയമാണ്. നമ്മുടെ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് പോലും, 1ാം പിണറായി ഗവൺമെൻറ് കാലത്ത് പോലും നമ്മൾ കണ്ട രീതി എങ്ങനെയാണ് കേരളത്തിൽ? നമ്മളിപ്പോൾ ഒരു 10-15 ഇലക്ഷൻ, ചുരുങ്ങിയതൊരു കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ, ഒരു 3-4 ഇലക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതി എന്താ? പ്രതിപക്ഷം വലിയ തോതിൽ ഭരിക്കുന്നവരെ ആക്രമിക്കുന്ന രീതി, ഭരിക്കുന്നവരെ എല്ലാ നിലയിലും ആക്രമിച്ച് പ്രതിരോധത്തിലാക്കുന്ന രീതിയാണ് നമ്മൾ കാണുക. ഗവൺമെൻറ് മറുപടി പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നൊരു രീതി, ഗവൺമെൻറ് പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന രീതി, ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടതെന്ന് പകച്ചു പോകുന്ന രീതി. അങ്ങനെയാണ് ഈവൻ കഴിഞ്ഞ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ പോലും ഒരു പരിധിവരെ വിജയിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവസാന ഘട്ടങ്ങളിൽ പിണറായി സഖാവിനും അദ്ദേഹത്തിനോടൊപ്പമുള്ള ടീമിന് വിജയിക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇവിടെ കാണേണ്ടത് എങ്ങനെയാണ്? കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ ഇപ്പം എന്താ? അവർ KPCCയുടെ ജംബോ കമ്മിറ്റി വന്നു. അതിന് തൊട്ട് മുമ്പ് പാലക്കാട്ട് MLAയുടെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് വ്യാപകമായ ചർച്ച. അതിനുശേഷം ഇപ്പോഴാണ് തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റ്, DCC സെക്രട്ടറി ഒരു സ്ത്രീനെ അപമാനിച്ച് അവരുടെ മകന് കത്തെഴുതിയിട്ട് ആത്മഹത്യ ചെയ്തു. നമ്മൾ കേരളത്തിൽ ഇതൊക്കെ നമ്മൾ അത്ര നിസ്സാരമായി കാണേണ്ട കാര്യമാണ്. മനുഷ്യരുടെ ജീവന്, സ്ത്രീകളുടെ അഭിമാനത്തിന്, അതിലൊന്നും ഒരു വിലയില്ലാത്തൊരു സമൂഹമായി കോൺഗ്രസ് പാർട്ടി കാണുകയാണോ? അയാൾക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല. വയനാട്ടിൽ എന്താ അവസ്ഥ? വയനാട്ടിൽ ഒരാളും ഒരു DCC ട്രഷററും അയാളുടെ മകനും ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്ത ആൾക്കെതിരെ ആദ്യം അവരെ തള്ളിപ്പറഞ്ഞു. അവസാനം അവരുടെ മകൻ്റെ ഭാര്യ അതിശക്തമായ നിലപാടെടുത്ത് ഒക്ടോബർ 2-ാം തീയതി
DCC ഓഫീസിൻ്റെ മുന്നിൽ സത്യാഗ്രഹം കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഴുവൻ കടവും തീർക്കാൻ തയ്യാറായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ്റിനെ ശക്തമായി ആക്രമിക്കാൻ കോപ്പ് കൂട്ടേണ്ട, ആയുധങ്ങൾ സ്വരൂപിക്കേണ്ട പ്രതിപക്ഷം ദുർബലമായി പോകുന്നത് മാത്രമല്ല അന്തഛിദ്രമായി പോകുന്ന സാഹചര്യം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ എന്താ, നമ്മളിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് അവസാന കാലത്താണ് ഈ ഫാഷൻ ഗോൾഡ് തട്ടിപ്പോയിട്ട് കാസർഗോഡ് 769 പേരെ അന്നത്തെ മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തി. അദ്ദേഹം ജയിലിൽ പോയി. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിരുന്ന പൂക്കോയത്തങ്ങൾ ജയിലിൽ പോയി. വലിയ തോതിൽ ചർച്ചയായി. അവസാനം പാണക്കാട് കുടുംബം തീർക്കാവുന്ന ഏറ്റെടുത്തിട്ടും ഒരാൾക്ക് പോലും പണം കിട്ടിയില്ല. നമ്മൾ ആ ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പും പോലീസും കർശനമായി നിലനിന്നത് കൊണ്ട് മാത്രം അത്തരം കുറ്റം ചെയ്ത ഏറ്റവും നിയമസഭാ അംഗം, എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ആദ്യം കഴിഞ്ഞ നമ്മൾ 57 മുതൽ പരിശോധിച്ചാൽ ആദ്യമായിട്ടുള്ള വഞ്ചനാക്കുറ്റത്തിന് ജനങ്ങളുടെ അടുത്ത് പണം വാങ്ങി പറ്റിച്ചതിൻ്റെ പേരിൽ ഒരു MLA 100 ദിവസം ജയിലിൽ കിടക്കുന്നു. MLAക്കെതിരെ കേസ് വരുന്ന പോലെ എൻ്റെ അറിവിൽ ആദ്യത്തെയാണ്. ഇനി സബ്ജക്റ്റ് കറക്ഷൻ വേണമെങ്കിൽ തിരുത്താം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നേ വരെ ഒരു MLAയും വഞ്ചനാ കുറ്റത്തിൽ ജയിലിൽ പോകുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടില്ല. അത് ഈ രണ്ടാമത്തെ ഗവൺമെൻറ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 50 കോടി രൂപ ആളെ പറ്റിച്ചത്. എന്നിട്ട് അയാൾ ജയിലിൽ കിടക്കുക. ഇന്നലെ വരുന്ന വാർത്ത എന്താ, മുസ്ലിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകളിൽ ഒന്ന് ഈ ഇസ്ലാം കാര്യം 6 എന്നാണ് പറയുക. ഷഹാദത്ത് കൽമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്ന് പറയുന്നത് ആരോഗ്യം സമ്പത്തുള്ളയാൾ നിർബന്ധമായി ഒരു മുസ്ലിം ചെയ്തിരിക്കേണ്ട കടമയെന്നാണ് മുസ്ലിങ്ങളെ അടിസ്ഥാന വിശ്വാസം. അങ്ങനെ ഹജ്ജിന് പോകാൻ വേണ്ടി 200 ആൾക്കാരുടെ പേരിൽ നിന്ന് 6 ലക്ഷം 7 ലക്ഷം രൂപ വാങ്ങി അതങ്ങനെ വിഴുങ്ങുക. അയാൾ മുസ്ലിം ലീഗ് അയാളെ സംരക്ഷിക്കുകയാണ്. ഇത് തിരൂരിൽ നിന്ന് വരുന്ന വാർത്തയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇത്ര ഇപ്പോൾ ഫാഷൻ ഗോൾഡ് തട്ടിപ്പിലായാലും ഈ MLAയുടെ തട്ടിപ്പിലായാലും ഇപ്പം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തട്ടിപ്പിലായി, യൂത്ത് ലീഗിൻ്റെ ഹജ്ജ് തട്ടിപ്പായാലും മുസ്ലിം ലീഗ് ഈ തട്ടിപ്പുകൾ ഇപ്പോൾ ഇങ്ങനെ കറങ്ങുകയാണ്. അതിൽ തലയൂരാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. രണ്ടാമത്തെ പാർട്ടി അത്രമേൽ ദുർബലപ്പെട്ടു പോകുന്നു. എന്തിന്, ഈ വളരെ പ്രധാനപ്പെട്ട മുസ്ലിങ്ങൾ വളരെ പ്രധാനപ്പെട്ട എന്ന് വിചാരിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായി കാണുന്ന തലയിൽ തട്ടുവിട്ട് സ്കൂളിൽ പോകാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടുന്നൊരു ഘട്ടം വന്നപ്പോൾ മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാൻ 3 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. അത്രമേൽ അന്തഛിദ്രമുള്ളൊരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. രണ്ടാമത്തെ ആർ എസ് പിയുടെ അവസ്ഥ എന്താ? ഇപ്പം ഷിബു ബേബി ജോൺ ഈ പ്രേമചന്ദ്രൻ പറഞ്ഞ കാര്യം അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഷിബു ബേബി ജോണിൻ്റെ വളരെ വ്യത്യസ്തമായ നിലപാടെടുക്കുമ്പോൾ പ്രേമചന്ദ്രൻ എടുക്കുന്ന നിലപാടെന്താ, ബീഫും പൊറോട്ടയും കഴിച്ചിട്ട് ബിന്ദു അമ്മിണിയും രൈന ഫാത്തിമയും പോയി എന്ന് അദ്ദേഹം ആദ്യം പറയുന്നു. അവർക്ക് ബീഫും പൊറോട്ടയും കൊടുത്ത സ്ഥലം പാലാ ഗസ്റ്റ് ഹൗസാണെന്ന് പറയുന്നു. രണ്ടാം ദിവസം പത്രസമ്മേളനം മാറി ബിന്ദു അമ്മിണിയും കനകദുർഗയാണെന്ന് പറയുന്നു. കനകദുർഗ എന്ന് പറയുന്ന ബ്രാഹ്മണ സ്ത്രീയും ദളിത് സ്ത്രീയായ ബിന്ദു അമ്മിണിയും ഒന്നിച്ച് ബീഫും പൊറോട്ടയും എറണാകുളം പോലീസ് ക്ലബ്ബിൽ നിന്ന് കഴിച്ചിട്ട് അവരെ പിണറായി വിജയൻ്റെ പോലീസ് ശബരിമലയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇതൊക്കെ വസ്തുതാപരമായി യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണെന്ന് ആ 2 പേരും നിഷേധിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ വൈകാരികമായി വികാരം ഇളക്കി വിട്ടുകൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ നേടാമെന്നാണ് UDF വിചാരിക്കുന്നത്. അവരെ തിരുത്തേണ്ട UDFകാരാണ്. ഇതിൻ്റെ ഗുണം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷനിൽ 2019 ഇവരെ ഈ നാമജപഘോഷയാത്ര പിന്തുണച്ച UDFന് കിട്ടിയതിനേക്കാൾ ബെനിഫിറ്റ് BJPക്കാണ് കിട്ടിയത്. പത്തനംതിട്ടയിൽ അവർ ജയിച്ചില്ലെങ്കിലും അവർക്ക് വലിയ വോട്ട് ഷെയർ കിട്ടായിരുന്നു. അതിനുശേഷം അവരെ വോട്ട് ഷെയർ കൂടാൻ തുടങ്ങിയത്. അപ്പോൾ UDF അന്ന് ഈ മുസ്ലിം ലീഗും കോൺഗ്രസ് അവർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചത്. നമ്മൾ ഈ ഓരോ ഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ടത് ജനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകണം. ജനങ്ങളുടെ പട്ടിണിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുക, അവരുടെ യാത്രാ വിഷമങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ബസ്സിൽ പൈസ കൂട്ടുന്നതിനെതിരെ സംസാരിക്കുക, ഇലക്ട്രിസിറ്റി വർധനയുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കുക. അതൊന്നും സംസാരിക്കാതെ നിങ്ങൾ ദൈവത്തെയും ബീഫിനെയും പോത്തർച്ചിനെയും അതുപോലെ പൊറോട്ടനെയും പിൻപറ്റിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് UDF പോവുക. 101 സീറ്റോ അതിന് മേലെയോ LDFന് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല എന്നാണ് ശക്തമായ പ്രതിപക്ഷം ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ജനാധിപത്യവാദിയാണ് ഞാൻ. കേരളത്തിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ തിരുത്തലുണ്ടാവും. നിർഭാഗ്യവശാൽ കഴിഞ്ഞ നിയമസഭയിൽ നമ്മൾ കണ്ടത് 6 അടിയന്തര പ്രമേയം പ്രതിപക്ഷത്ത് കൊണ്ടുവരുന്നു, 6 എണ്ണത്തിനും ഗവൺമെൻറ് അനുവാദം കൊടുക്കുന്നു. ആ അനുവാദം കൊടുത്ത അടിയന്തര പ്രമേയം ചർച്ചകൾ മുഴുവൻ
ഗവൺമെൻറ് അനുകൂലമായി പോകുന്നു. ശക്തമായ പ്രതിപക്ഷം ഇല്ല എന്നത് വളരെ ദുർബലമായ പ്രതിപക്ഷമായി ഇപ്പോൾ കേരളത്തിൽ നിന്ന് എനിക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരി, ഞാൻ റോണിയിലേക്ക് വരുന്നതിന് മുമ്പ് പന്തളത്തെ NK പ്രേമചന്ദ്രൻ്റെ പിന്നീടും അദ്ദേഹം പറഞ്ഞതിലെ വൈരുദ്ധ്യങ്ങളും അത് വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് ഇവിടെ ഷുക്കൂർ വക്കീൽ അവതരിപ്പിച്ചത്. താങ്കളുടെ മറുപടിയിലേക്ക് വരും മുമ്പ് NK പ്രേമചന്ദ്രൻ പറഞ്ഞതൊന്ന് കാണാം. ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത ബിന്ദു അമ്മിണിയും കനകദുർഗയും പോലീസിന്റെ സമ്പൂർണ്ണ സംരക്ഷണത്തോടുകൂടി പൊറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ബിന്ദു അമ്മിണിയും കനകദുർഗയും പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത്. റോണി കെ ബേബി, ഇതിലെ പല ഭാഗങ്ങളും വ്യത്യസ്തമായി അല്ലെങ്കിൽ ആവർത്തിച്ച് വേർതിരിച്ച് ഒക്കെ കാട്ടിയത് താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പൊറോട്ട, ബീഫ്, വിശ്വാസ ലംഘനം, ഇങ്ങനെയാണ് പ്രേമചന്ദ്രൻ എന്ന RSP നേതാവ് പന്തളത്ത് പറഞ്ഞു വെച്ചത്. പിന്നെ അത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നു അദ്ദേഹത്തിന്. പക്ഷേ ഇത് UDF വളരെ സ്വാഭാവികമായി ഏറ്റെടുക്കുന്ന വിധമാണോ UDFൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അതിലുള്ള വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഷുക്കൂർ വക്കീൽ ഇവിടെ പറയുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷം അങ്ങേയറ്റം ദുർബലമായിരിക്കുന്നു, അന്തഛിദ്രം രൂക്ഷമാണ്, അതിൻ്റെ പല അനുഭവങ്ങളും സൂചിപ്പിച്ചു. ഇത് ഏറ്റവും ഒടുവിൽ വന്നൊരു വാർത്ത കൂടി പറയാം. ഇപ്പോൾ പുനഃസംഘടന കഴിഞ്ഞു, പുനഃസംഘടന വലിയ അതൃപ്തി നിൽക്കുന്നു. ആ പുനഃസംഘടനയിലൂടെ ഭാരവാഹികളായവരെ ചേർത്ത് വ്യാഴാഴ്ച KPC യോഗം ചേരാനിരുന്നു, അതും മാറ്റിവെച്ചു. ഇതാണ് പുതിയ വാർത്ത ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. റോണി അറിഞ്ഞിട്ടുണ്ടാവാനിടയിൽ ഇപ്പോൾ വാർത്ത ആ രൂപത്തിൽ എല്ലാ മാധ്യമങ്ങളിലും വരുന്നുമുണ്ട്. റോണി, ഈ പ്രതിപക്ഷം ദുർബലമായതുകൊണ്ടാണല്ലോ 2024 18 ലോക്സഭാ സീറ്റും അതിനുശേഷം 20,000 വോട്ടിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും 13,000 വോട്ടിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ ജയിച്ചത് ഞങ്ങൾ വളരെ ദുർബലമായി, ഞങ്ങൾ തകർന്ന് തരിപ്പണമായി ഇവിടെ കിടക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ വാദമൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. പിന്നെ ഷുക്കൂർ വക്കീല് അദ്ദേഹം ഈ കോൺഗ്രസിലേക്ക് ഒരു കണ്ണ് വായിക്കുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് ഒരു കണ്ണ് വായിക്കുന്നത് നല്ലതായിരിക്കും. കോൺഗ്രസും RSP തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ CPI തന്നെ ഇവിടെ ഇപ്പോൾ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുക. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുന്നില്ല, ഇടതു മുന്നണി ചർച്ച ചെയ്യുന്നില്ല, CPIയുടെ പൊട്ടിത്തെറിയൊന്നും ഇവിടെ ആരും കാണുന്നില്ല. ഇവിടെ പിന്നെ RSP എന്തോ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതാണ് ഇവിടെ വലിയ പൊട്ടിത്തെറി. പിന്നെ ഇവിടെ ഷുക്കൂർ വക്കീല് ഇവിടെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറയുന്നു. എന്റെ ഷുക്കൂർ വക്കീലെ, അവിടെ ഈ പറയുന്ന മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കാതെ, കേരള ഹൈക്കോടതി ജാമ്യം കൊടുക്കാതെ, സുപ്രീം കോടതി ഒരു സാങ്കേതികമായി ജാമ്യം കൊടുത്തതിന് പേരിൽ നിയമസഭയിൽ ഇരിക്കുന്ന ഒരു MLA ഉണ്ട്, മുകേഷ് എന്ന അദ്ദേഹത്തിന് പേര്. അദ്ദേഹം CPMന്റെ പാനലിൽ ജയിച്ചു വന്ന ഒരു MLA ആണ്. CPM എത്ര കരുതലോടുകൂടിയാണ് ആ MLA പൊതിഞ്ഞു പിടിക്കുന്നതും. അതുപോലെ തന്നെ ഇവിടെ തീവ്രത അളക്കുവാൻ യന്ത്രം വെച്ച് CPM നടത്തിയ പരീക്ഷണങ്ങളൊക്കെ എന്റെ ഷുക്കൂർ വക്കീൽ ഇതൊന്നും അങ്ങ് പിന്നെ കാണാതെ പോകരുത്. പിന്നെ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഷുക്കൂർ വക്കീൽ പറയാണ് ഞങ്ങൾ മതത്തെയും ദൈവത്തെയും ഒക്കെ പിടിച്ചുകൊണ്ട് അങ്ങ് UDF ആണ് അത്ര ഇവിടെ വലിയ പ്രചരണം നടത്തുന്നത്. ഇവിടെ പച്ചയായിട്ട് ഈ ഭൂരിപക്ഷ പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശബരിമല സംഗമവും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ നടത്തുമല്ലെന്ന് അറിയത്തില്ല, അന്ന് കേട്ടായിരുന്നു. ഇനി ന്യൂനപക്ഷ സംഘവും ഒക്കെ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇത്ര പച്ചയ്ക്ക് വർഗീയതയും മതത്തെയും ദൈവത്തെയൊക്കെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ പ്രേമേന്ദ്രൻ എന്തോ പറഞ്ഞതാണത്ര ഇവിടുത്തെ വലിയ പിന്നെ പ്രേമേന്ദ്രൻ എന്തോ വലിയ വിശ്വാസം. അതിനേക്കാൾ എത്ര ഗുരുതരമായ കുറ്റമാണ് ബിന്ദു അമ്മിയെയും രഹന ഫാത്തിമയെയും അല്ലെ കനകദുർഗയും ഒക്കെ പോലീസ് യൂണിഫോം ധരിപ്പിച്ചുകൊണ്ട്, പോലീസിന്റെ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് രാത്രിക്ക് രായ്മാനം ആ പറയുന്ന സന്നിധാനത്ത് കൊണ്ടുപോയി ആ കോടാനുകോടി ഭക്തരുടെ വിശ്വാസത്തെ ലംഘിച്ചതിനപ്പുറം ഒരു വലിയ വിശ്വാസ ലംഘനം ഒന്നും ഇവിടെ മറ്റാരും നടത്തിയിട്ടില്ല. സാങ്കേതികമായി ഈ പൊറോട്ട ബീഫ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നോക്കാതെ, ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. കോട്ടയം പാലായി നമ്മൾ 20-25 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ 1-2 വാക്കൊക്കെ മാറി പോയിട്ടുണ്ടാവാം. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. പൊറോട്ട കഴിച്ചോ ബീഫ് കഴിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അദ്ദേഹം അതിലാണ് ഊന്നിയത് കേട്ടോ. റോണിക്ക് അത് വലിയ സീരിയസ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ ആവർത്തിച്ച് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് മുഴുവൻ അങ്ങനെയാണ്. ആഹാരം മേടിച്ചു കൊടുത്ത് അവരെയും കൊണ്ട് അങ്ങനെ പോയി എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. പക്ഷേ പൊറോട്ടയും ബീഫും
രഹന ഫാത്തിമയും ഇങ്ങനെയാണ് പറഞ്ഞതേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് പറഞ്ഞപ്പോഴത്തേക്ക് അത് മാറ്റിവെക്കുന്നു, പകരം ബിന്ദു അമ്മിണി കനകദുർഗ എന്ന പേരിലേക്ക് വരുന്നു. ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആളുകൾ അത് ശ്രദ്ധിച്ചത് അവിടെയാണല്ലോ. ബഹുമാനപ്പെട്ട അനിൽകുമാർ സാറിനോടും കൂടെ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവിടെ Okay. CPM എത്രയോ കാലമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നരേറ്റീവാണ് ഉമ്മൻചാണ്ടി സർക്കാർ 18 മാസത്തെ 18 എങ്കിലും ബഹുമാനപ്പെട്ട ഒന്നിച്ചില്ല. സഖാവ്, ഞാൻ അങ്ങനെ സഖാവ് തന്നെ വിളിക്കുക. ഈ കൃത്യമായ ഡേറ്റ് പറയാം. 26/4/19 ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ കൊടുത്ത മറുപടിയുണ്ട്. വെറും 3 മാസം മാത്രമാണ്. കൃത്യമായി അദ്ദേഹം മാസത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് തന്നെ തോമസ് ഐസക് പറഞ്ഞു, ഈ 3 മാസമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ പറഞ്ഞ ഇത് കുടിശ്ശികയായത്. അതിന് കാരണം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം നടപ്പാക്കി. അതിനകത്ത് വന്ന സാങ്കേതിക പിഴവ് കാരണം Okay. 3 പെൻഷനുകൾ, ഈ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, ഈ 3 പെൻഷൻ മാത്രം 3 മാസം പിന്നെ കുടിശ്ശികയായി എന്ന് പറയുന്നവർക്കാണ് ഇവിടെ 18 മാസം. ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട സഖാവെ പോലെയുള്ള നുണക്കഥകൾ പ്രചരിപ്പിക്കാതിരിക്കുക. ശരി, ഞാൻ ഒരു കാര്യം, അതായത് നമുക്ക് അധികം സമയമെടുത്ത് അതിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ഞാനും തന്നെ ഓർക്കുന്നു, മുൻപ് വളരെ വിശദമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് താങ്കളുടെ നാട്ടിൽ തന്നെ വന്ന് നിങ്ങൾ തമ്മിൽ തന്നെ സംസാരിച്ചു. അനിൽകുമാറും അതുപോലെ റോണി കെ ബേബിയും സംസാരിച്ചു. താങ്കൾ ഇതേ ആർഗ്യുമെൻ്റ് ഉന്നയിച്ചു. അന്ന് അനിൽകുമാറും മറുപടിയും പറഞ്ഞു. ഏതായാലും പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അതിനെന്തെങ്കിലും പറയുമായിരിക്കും. പക്ഷേ പ്രേമചന്ദ്രൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ശ്രീ അനിൽകുമാർ? അദ്ദേഹം പറഞ്ഞത് വർഗീയതയുടെ ചാപ്പ കുത്താൻ CPM ശ്രമിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഇതിന് മറുപടിയായി പറഞ്ഞത് ഈ വിമർശനത്തിന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനം അദ്ദേഹം ഏറ്റുവാങ്ങുകയുണ്ടായി. അപ്പോഴാണ് ഈ മറുപടി. ശ്രീ അനിൽകുമാർ കേൾക്കുന്നില്ലേ? എനിക്ക് ഒരു ലോക്കറ്റിന്റെ ഒരു ഭാഗത്ത് ഗുരുവായൂരപ്പനും മറുഭാഗത്ത് അന്തോണീസ് പുണ്യാളിനെ വെച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ പോലെയാണ് നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട MP അദ്ദേഹം പറയണ എന്താണ്, ഒരു ഭാഗത്ത് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ, ലോക്കറ്റിൽ രാഹുൽ ഗാന്ധിയുടെ പടമുണ്ട്, മറുഭാഗത്ത് മോദിയുടെ പടമാണ്. ഈ രഹന ഫാത്തിമ ബീഫ്, ഈ 2 കോമ്പിനേഷൻ ആരാണ്? ഇത് ശബരിമലയായിട്ട് എങ്ങനെ വൈരുദ്ധ്യമായത്? മുഖ്യമന്ത്രി ഇന്നലെ അവിടെ കണ്ണൂർ പറഞ്ഞ പോയിന്റ് എന്താണ്? വാവരുസ്വാമി സംരക്ഷിക്കുന്നൊരു അയ്യപ്പനെ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. ആ വാവരുസ്വാമിയെ ശബരിമലയിൽ നിന്ന് കുടിയിറക്കാൻ നടക്കുന്ന സംഘപരിവാരുണ്ട്. വാവരുസ്വാമിയെ കുടിയിറക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ആശയമാണ് രഹന ഫാത്തിമ എന്ന പേരിലൂടെ അനർഗളമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പുറത്തു വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കാവ്യകളസം പുറത്തു വരുന്നതിൻ്റെ തെളിവാണ്. പിന്നെ ബീഫ് എന്ന് പറയുന്നത് ഒരു ചിഹ്നമായത് എങ്ങനെയാണ്? ഒരു മതത്തിൻ്റെ ചിഹ്നമാണ്. ആ മതത്തിനെതിരായി ചിന്തിക്കേണ്ടവരുടെ ചിഹ്നമാണ് ബീഫ്. വേട്ടയാടപ്പെടേണ്ട ഒരു ഉപകരണമാണ് ചിഹ്നം. അതിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ട മനുഷ്യർ ഇന്ത്യയിൽ ഉള്ളപ്പോഴാണ് ബീഫ് എന്ന് പറയുന്ന ഒരു ബിംബത്തെ പുറത്തെടുക്കുന്നത്. പാർലമെൻറ്റിൽ പോവുകയും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്ന ഒരാൾക്ക് ബീഫ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ BJP ദുരുപയോഗം ചെയ്യുന്നൊരു ആശയമാണെന്ന് വ്യക്തതയില്ലേ? ശബരിമലയുമായി ബന്ധപ്പെട്ട് ലോകത്തെ എല്ലാ മതസ്ഥർക്കും വരാവുന്ന ഒരു അമ്പലത്തെക്കുറിച്ച് പറഞ്ഞാൽ രഹന ഫാത്തിമ എന്ന പേര്, അവിടെ ഒരു മുസ്ലിം പേര്, ഒരു മുസ്ലിം സ്ത്രീയുടെ പേര് എങ്ങനെ പരിത്യക്തയാകുന്നു? അത് RSSൻ്റെ ആശയമല്ലേ? അത് പ്രയോഗിക്കുന്നത് വഴി RSSൻ്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസും ഈ RSPയും UDFും നെഞ്ചേറ്റുന്നത്. നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന RSSനേക്കാൾ ഹീനമായ വർഗീയവൽക്കരണമാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പാലക്കാട് 20,000 അവിടെയാണ് ആ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന SDPയെ കണ്ടില്ലേ? തോളത്ത് കൈയിട്ട് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കണ്ടില്ലേ? മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ പ്രസംഗം റോണി കെ ബേബി കേട്ടോ? നമ്മുടെ സമുദായത്തിന് പലതും കിട്ടുമായിരുന്നു, തിരിച്ചു പിടിക്കണം പറഞ്ഞോ? അടുത്ത ഭരണം പിടിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് പണ്ടൊക്കെ കിട്ടുമായിരുന്നു, തിരിച്ചു പിടിക്കണമെന്ന് PMS സലാം പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടോ? KM ഷാജിയുടെ പ്രസംഗം എന്താ? മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, UDF പ്രവർത്തിക്കുന്നത് എന്ന് KM ഷാജി പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഇതിൻ്റെ പ്രതിഫലനം വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാകാതിരിക്കുമോ? അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണോ പറഞ്ഞത്? അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഗതികെട്ട് തകർന്നു തരിപ്പണമാകുമ്പോൾ സ്വത്ത് രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച് ലീഗ് എങ്ങനെയും 10-16 MLAമാരെ കിട്ടാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ പരാക്രമപ്പെടുന്ന ലീഗും തോറ്റുപോയ ഷാജി എല്ലാം കൂടി നടപ്പാക്കുന്ന വർഗീയതയുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമി പണ്ട് കോണി വെച്ചാൽ കോൺഗ്രസ് കയറുമായിരുന്നു. ഇപ്പോൾ കോണിയുടെ മേലെ കോൺഗ്രസ് കയറാത്തതുകൊണ്ട് കോണി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചുവരത്തി ആടുകയാണ്. പിന്നെ വേണേൽ SDPയും കൂടെ പിടിച്ചോട്ടെ. ഇതാണ് പാലക്കാട്, ഇതാണ് മലപ്പുറം,
അല്ലെങ്കിൽ ഇതാണ് നമ്മൾ കണ്ട നിലമ്പൂർ. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് നമുക്ക് കാണാമല്ലോ. ലോക്സഭയിൽ കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളിലൊക്കെ എന്തായിരുന്നു പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ? ഹരിയാനയിൽ, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ, ഇല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ നമുക്ക് നോക്കാമല്ലോ, മഹാരാഷ്ട്രത്തിൽ നോക്കാമല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് രക്ഷയില്ല എന്നുള്ളതാണ് പിന്നീട് കണ്ട ഫലം. അതുകൊണ്ട് കേരളത്തിൽ നിയമസഭയിൽ LDF ഈ ബോധ്യം വികസിക്കുന്നു. നന്ദി. റൈറ്റ്, 3 പേർക്കും വളരെയധികം നന്ദി. സമയം അവസാനിക്കുന്നു. സമയം അല്പം അതിക്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ചർച്ച ന്യൂസ് ആൻഡ് വ്യൂസ് വേഗം അവസാനിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും എന്തും വിളിച്ചു പറയാം എന്ന നിലയിലേക്ക് UDF നേതാക്കൾ പോകാമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് ആധാരമായ നിരവധി സംഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതടക്കം നേതാക്കളുടെ ആ പരാമർശങ്ങൾ, അതുപോലെ തന്നെ അപകടകരമായ വിശ്വാസത്തിന് മേൽ വർഗീയതയുടെ ഒരു വല്ലാത്ത വിഷം പുരട്ടൽ നടക്കുന്ന ഒരു പ്രവണത, ഇതെല്ലാം ഉയർന്നു വരുന്ന ഒരു പൊതു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലത്തേക്ക് പോകുമ്പോൾ UDF നേതാക്കൾ എന്തും വിളിച്ചു പറയാമോ എന്ന ഒരു പൊതു വിഷയം ചർച്ചയ്ക്ക് ആധാരമായി ഇവിടെ വന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.